അല്ല ഇന്നലെ നിർത്തി കൊടുത്ത് തുടങ്ങിയാ നിങ്ങള്. അതായത് അതെ, അതിലാണല്ലോ പറയേണ്ടത്, ഞാനല്ലല്ലോ. ഓക്കെ, താങ്ക് യു. എസ് ജിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം, ഞാൻ പറയല്ലേ. ഐ ഹാവ് നോ റൈറ്റ്. ഞാൻ മോഡല്ല, ഞാൻ എസ് ജി ആണ് മോഡ്. എസ് ജി യു ദേർ? എസ് ജി ഇല്ലേ? ആരാ ഉള്ളത്? എസ് ടി ബ്രദർ മോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എസ് ടി ബ്രദർ മോഡ് ചെയ്യൂ പ്ലീസ്. എസ് ജി ഇല്ല അവിടെ? എസ് ജി ഉണ്ടോ? ഐ കുഡന്റ് ഹിയർ ഹിം. എസ് സി ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ എസ് സി. അല്ല ബ്രദർ എടുത്തോ, എനിക്ക് ഒരു ക്ലൈന്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് എടുത്തോ. ഓക്കെ, അടുത്ത ആള് ആരാ ഈ ഉള്ളത്? സക്കീർ പറയുന്ന ആള് കേറി വന്ന് മോഡ് ചെയ്യാന്ന് പറയുന്നത്. കേറി വന്ന് എന്നാലും സക്കീർ ബാ. സത്യ താഴെ പോണം. ആരായാലും കുഴപ്പമില്ല, കം അപ്പ്, വി ആർ ഗുഡ്. സത്യ താഴെ പോയിട്ട് ഇവിടെ ആരും കേറി വരണ്ട. സത്യ അവിടെ തന്നെ ഇരിക്കും. സത്യൊക്കെ ഇറങ്ങി പോയിട്ട് ഇവിടെ ആരും കേറി വരണം നിർബന്ധമില്ല. സത്യ പ്രശ്നമാണ്. അതിലെ സത്യ പ്രശ്നമല്ല. പ്രശ്നമാണ് വെച്ചാല് നല്ല മനുഷ്യനൊക്കെയാണ്, അങ്ങനല്ല. ഞാൻ പറയുമ്പോ ഇടയ്ക്കൊരു ദേഷ്യം വരുന്നുണ്ട്. സത്യ എന്റെ പൊന്ന് അതിലെ, അതൊക്കെ നിങ്ങൾക്ക് തോന്നുക. ഒരാളുടെ ഒരു നേരത്തെ റെസ്പോൺസ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി വിലയിരുത്തരുത് പ്ലീസ്. പേഴ്സണാലിറ്റി അദ്ദേഹം അടിപൊളിയാ, പറയുന്ന സത്യം 2 അടിപൊളിയാണ്. സെന്റൻസുകളേ ഉള്ളൂ. ഓക്കെ, സത്യം ലെറ്റ്സ് നല്ല നോട്ട് ടോക്ക് മനുഷ്യൻ. അബൌട്ട് ഇറ്റ്, ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. ഓക്കെ, സത്യം നല്ല അതിൽ മനുഷ്യനാട്ടോ. തുടർന്നോളൂ. സത്യനെ ഒരിക്കലും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല, സോറി. താങ്ക് യു സോ മച്ച്, ദാറ്റ്സ് എ ഗുഡ് ബോയ്. ഓക്കെ, കാരണം അതിൽ പറഞ്ഞോളൂ. അതിലെ മുഹമ്മദ് പാപിയായിരുന്നു എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലിന് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയാം. മുഹമ്മദ് റസൂലുള്ളാഹി പാപിയല്ല. മുഹമ്മദ് റസൂലുള്ളാഹി പാപിയല്ലാന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. 1,24,000 വരുന്ന പ്രവാചകന്മാര് എല്ലാവരും മാസൂമിങ്ങളാണ്. അപ്പൊ പേരയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി പാപം ചെയ്യും എന്ന് പറയുന്നത് ലോജിക്കൽ ഫാലസി അല്ലേ? ഓക്കെ. ഓക്കെ, മുഹമ്മദ് പാപിയായിരുന്നു. മുഹമ്മദ് ധാരാളം പാപം ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ധാരാളം പാപം ചെയ്തു എന്നുള്ളതിന് തെളിവാണ് മുഹമ്മദിനോട് അള്ളാഹു പറയുകയാണ്, നീ മുൻപ് ചെയ്ത പാപങ്ങളും ഇനി ചെയ്യാനുള്ള പാപങ്ങളും ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നുവെന്ന്. മുഹമ്മദ് പാപം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യം എന്തായിരുന്നു? അതായത് ബ്രോ എടുത്ത ആയത്ത് എന്ന് പറഞ്ഞ സൂറത്തുൽ ഫത്തഹിൽ നമ്പിക്കാന്നാണ് ആയത്ത്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദാറ്റ് അള്ളാഹ് മേ ഫോർഗിവ് യു വാട്ട് പ്രൊസീഡഡ് ഓഫ് യുവർ സിൻസ് ആൻഡ് വാട്ട് വിൽ ഫോളോ ആൻഡ് കംപ്ലീറ്റ് ഹിസ് ഫേവർ അപ്പോൺ ആൻഡ് ഗൈഡ് യു ടു സ്ട്രൈറ്റ് പാത്ത്. ഇതൊരിക്കലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സാധാ മനുഷ്യന്മാരെ പോലെ പാപം ചെയ്യുമെന്നല്ല. ദംബ് എന്ന് അവിടെ പറയുന്നത് എന്താണ്? തെറ്റില്ലാത്ത ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഡിവൈൻ കറക്ഷന് വേണ്ട കാര്യങ്ങളുണ്ടാവും. കാരണം ആനി ബസന്റ് പറയുന്നുണ്ട്, റസൂലുള്ളാഹിക്ക് ഒരുപാട് താക്കീതുകൾ നൽകിയിട്ടുണ്ട്. ഒരിക്കലും എന്താ പറയാ, ഡിവൈൻ കറക്ഷൻ വേണം അതിന്. വഹി പോലുള്ള ഒരു കറക്ഷൻ അതിന് എന്തായാലും വേണം, അങ്ങനത്തെ കാര്യത്തിന്. അല്ലാതെ ഒന്നും അവിടെ ഉപയോഗിച്ചില്ല. അതാണ് അവിടെ ദമ്പ് എന്നുള്ള പ്രയോഗം ആലിമീങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങളല്ലേ പറഞ്ഞത് ആലിമീങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി, ഇന്നങ്കാട്ടി അറിവുള്ള ആൾക്കാർ ടീച്ചർ നേരത്തെ പറഞ്ഞ് അറിവുള്ള പണ്ഡിതന്മാരാണ് ഈ ദമ്പിന് ഈ എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഇനി സംസാരിക്കാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. എൻ്റെ ചോദ്യം, മുഹമ്മദിനോട് അള്ളാഹു പറയുകയാണ്, നീ മുൻപ് ചെയ്ത പാപങ്ങൾ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പാപം മുഹമ്മദ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു മുഹമ്മദിനെ മുൻപ് ചെയ്ത പാപങ്ങൾ, ചെയ്യാനുള്ളത് അവിടെ കിടക്കട്ടെ, ചെയ്ത പാപങ്ങൾ, അപ്പൊ ചെയ്യാത്തൊരു കാര്യത്തെ ചെയ്തു അല്ലെങ്കിൽ ഉണ്ടായ അല്ലെങ്കിൽ വന്നുപോയ എന്ന് പറയുന്നത് എന്തിനാണെന്ന ചോദ്യം. അല്ലാതെ ഇനി വരാനുള്ളത് അവിടെ കിടക്കട്ടെ, സമ്മതിച്ചു, ഇനി വരാനുള്ളതൊന്നും ഇല്ലായിരിക്കാം എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങ് ഫോർ ദ എന്താ ആർഗ്യുമെന്റ് സേക്ക് ഞാൻ അങ്ങ് സമ്മതിച്ചു. പക്ഷേ ചെയ്തു പോയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹു ക്ഷമിച്ചു കൊടുക്കുന്നത്? ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ചെയ്തു പോയ കാര്യങ്ങൾ എന്ന് അള്ളാഹു പറയുന്നത് എന്തിനാണ്? അപ്പം ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ ഡൗട്ടില് അല്ലെ? അപ്പം അതിൽ നമ്മൾ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ, ചെയ്ത കാര്യങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ. ചെയ്യാൻ വരുന്നില്ലേക്കും ചെയ്തതിലേക്കും പോയിക്കൊണ്ടേയിരിക്കാം. ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെയും കൂടെ ചോദിക്കാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് താങ്കൾക്ക് പാപം എന്നതുകൊണ്ടുള്ള ഡെഫിനിഷൻ? എനിക്ക് തോന്നുന്നു അതായിരുന്നു താങ്കളുടെ വിഷയം, അതായിരുന്നു താങ്കളുടെ പ്രശ്നം. പാപം എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്രോ, പാപം നിങ്ങൾ എങ്ങനെ നിർവചിക്കണത് അതേപോലെ ഇരിക്കും. പാപം വ്യത്യസ്തമായ നിർവചനങ്ങൾ കൊടുക്കാം. അതാ ഞാൻ പറഞ്ഞത്, നിർവചിക്കണ പോലെ നിൽക്കും. ഇപ്പൊ ഹ്യൂമാനിറ്റേറിയൻ റൈറ്റ് ആ രൂപത്തിൽ പറഞ്ഞാൽ അങ്ങനെ, ഇസ്ലാമിന്റെ രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ, ക്രിസ്ത്യന്റെ രീതിയിൽ പറഞ്ഞാൽ അങ്ങനെ. അപ്പോ
ഇത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത വിഷയം. ബ്രോ അങ്ങോട്ട് വിഷയം കൊണ്ടുപോയില്ല. ഞാൻ ഇതിന്റെ ആയത്തിന്റെ ആ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് ഞാൻ ആക്കാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പാപം ചെയ്തണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറഞ്ഞത് ദമ്പ് എന്ന് പറഞ്ഞാൽ തെറ്റിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യില്ലേ, അത് ആക്കേണ്ടത് എന്താ പറയാ പണ്ഡിതന്മാരായ ആൾക്കാരാണ്. ഇത് നോൺ സിൻഫുൾ മിസ്റ്റേക്ക്, അതായത് ഹ്യൂമൻ ലിമിറ്റേഷനിൽ ചില പരിധികളുണ്ട്. ആ മനുഷ്യന്മാർക്ക് ചില ഡിവൈൻ കറക്ഷനിലൂടെ മാത്രം ശരിയാക്കാൻ പറ്റുന്ന ചില പിഴവുകളുണ്ട്. പാപല്ല, ചില പിഴവുകളുണ്ട്. ആ പിഴവുകളാണ് അവിടെ ഉദ്ദേശം മീൻസ്. പിന്നെ പാസ്റ്റും ഫ്യൂച്ചറും സിൻസ്. അതിൽ പാസ്റ്റ് ആണ് ഇപ്പൊ എന്നോട് ചോദിച്ചത്. അതായത് അവിടെ പാസ്റ്റും ഫ്യൂച്ചറും എന്ന് പറയുന്നത് ഒരാൾക്കാർ പറയണത് എന്താണ്, പ്രോഫിറ്റ്ഹുഡിന്റെ മുമ്പുള്ള കാര്യങ്ങളും പ്രോഫിറ്റ്ഹുഡിന് ശേഷമുള്ള കാര്യങ്ങളും എന്നാ പറയണത്. ചില ആൾക്കാർ എന്താ പറയണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്സല്യൂട്ട് പ്യൂരിറ്റിയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ നടന്നതൊക്കെ ആലിമീങ്ങളാട്ടോ, നിങ്ങൾ തന്നെ പറഞ്ഞത് ആലിമീങ്ങളെ വാക്കാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു അബ്സല്യൂട്ട് പ്യൂരിറ്റി ആണ് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീറിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് ഇതിനെ കുറിച്ചിട്ട്. അതായത് അള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്യൂരിഫൈ ചെയ്തു എന്നാ പറയുന്നത്. കാരണം അതായത് ബദരീങ്ങളോട് പറയണ്ടേ, അമലു മാശീത്ത, നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്തോളും. അത് വിചാരിച്ച് ഓലിക്ക് തോന്നിയത് ചെയ്യാന്നല്ല, ഓലെ ചെയ്യൂല എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അതാണ് ഖദർ കഥ. അള്ളാഹ്ക്ക് അറിയാം ഇനി എന്താ നടക്കാൻ പോണത്. ഇനി എക്യുപ്പ് അല്ല, ജെന്റിൽ നല്ല ആളാണോ, അല്ലെ ആദിൽ നല്ല ആളാണോ, അല്ലെ ആദിൽ മോശമാവോ, അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. ആ അറിവാണ്. പിന്നെ ലാസ്റ്റ് ജെന്റിന്റെ ഒരു സംസാരമാണ്, ആദിൽ ഉത്തരത്തിന് ആൻസർ എന്നില്ല, ആദിൽ ഉത്തരത്തിന് ആൻസർ എന്നില്ല. ദമ്പിന്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ ഞാൻ ആലിമീങ്ങളുടെ വാക്ക് പറഞ്ഞു. താങ്ക് യു. അതിലിപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ ഞാനൊന്ന് എടുക്കുകയാണ്. മുഹമ്മദ് ചെയ്ത പാപവും മുഹമ്മദ് ചെയ്ത തെറ്റും. ഓക്കെ, ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ചെയ്ത ചെറിയ തെറ്റുകൾ എന്തൊക്കെയാണ്? ചെറിയ തെറ്റുകളല്ല പറഞ്ഞത്, താങ്കൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. താങ്കൾ പറഞ്ഞത് ചെറിയ തെറ്റുകൾ പിഴവുകൾ എന്ന് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പിഴവുകൾ ആ, എന്നാ പറഞ്ഞത്. പിഴവുകൾ. ഈ യൂട്യൂബിൽ പിഴവെന്ന് പറഞ്ഞാൽ എന്താണ്? താങ്കൾ പിഴവ് എന്നുള്ള ഒരു വാക്ക് ഒരു ഉപയോഗിച്ചിട്ടില്ല. മിനിറ്റ് ജെന്റിൽ ബ്രദറെ, ഒറ്റ കാര്യം, ഒരു മിനിറ്റ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നോൺ സിൻഫുൾ മിസ്റ്റേക്ക് എന്നാണ്. ഞാനത് അവിടെ അപ്പൊ തന്നെ അത് ആബ്സല്യൂട്ട്ലി, അവിടെ കോട്ട് ചെയ്ത് ആബ്സല്യൂട്ട്ലി ഞാൻ നോൺ നോട്ടിട്ടുണ്ട്. അതന്നെ സിൻഫുൾ പിഴവുകൾ മിസ്റ്റേക്ക്, നോക്കി. പിഴവ്. താങ്ക് യു സത്യ. എനിക്ക് ഓർമ്മയുണ്ട് ആ വാക്ക് പുള്ളി പറഞ്ഞത്. നോൺ സിൻഫുൾ മിസ്റ്റേക്ക് എന്നല്ല പുള്ളി പറഞ്ഞത്, ചെറിയ തെറ്റുകൾ, പാപമല്ലാത്ത ചെറിയ തെറ്റുകൾ എന്ന് അദ്ദേഹം അല്ല പറഞ്ഞു. ബ്രോ, എനിക്ക് സത്യം നല്ല ആ നോൺ ഓർമ്മയുണ്ട്. സിൻഫുൾ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിഴവാ പറഞ്ഞത്. അപ്പൊ അത് അവിടെ തന്നെയാണ് ചോദിക്കുന്നത്. പറഞ്ഞതല്ല. വെയിറ്റ് ചെയ്യൂ. നോൺ സിൻഫുൾ ആയിട്ടുള്ള പിഴവുകൾ മുഹമ്മദ് ചെയ്തത് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ ഒന്നും പാടി. നോൺ സിൻഫുൾ ആയിട്ടുള്ള പിഴവുകൾ മുഹമ്മദ് ചെയ്തത് ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞുതരാം. അത് ഒന്നും കേൾക്കുന്നില്ല, എനിക്ക് മാത്രമാണോ? അല്ല പറഞ്ഞില്ല. ആ, മിണ്ടാത്താണോ അല്ലേ? ഓക്കെ ഓക്കെ. അതായത് ബദറില് 8 സൂറത്ത് അൻഫാല് 67 മുതൽ 68 വരെ നോക്കുക. അതായത് ബദർ യുദ്ധത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഇവരെ കൊല്ലണോ അല്ലെങ്കിൽ വെറുതെ വിടണോന്ന്, റാൻസം ചെയ്യണോന്ന് ഒരു ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ റാൻസം ചെയ്യാൻ വിചാരിച്ചു. കാരണം എന്താണ്, അവരെ ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ സൂറ അൽ അൻഫാൽ പിന്നെ വരുന്നുണ്ട്. അതായത് ഓല് എന്താണ് ആ സ്ട്രോങ് സ്റ്റാൻസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതും ഒരു സിന്നല്ല, പക്ഷെ അള്ളാഹു താല അദ്ദേഹത്തിന്റെ ഡെസിഷൻ കറക്റ്റ് ചെയ്താണ് ഫോർ ഫ്യൂച്ചർ ഗൈഡൻസ്. മനസ്സിലായില്ലേ? അവിടെ ഇല്ല, ബദരീങ്ങളെ ഇത് റാൻസം. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താണ് ജെന്റിൽ ബ്രദർ, എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. ജെന്റിൽ ബ്രദറെ, അത് ബദർ യുദ്ധമല്ല, കൊള്ളയുടെ ശരിക്കും അത്. അദ്ദേഹം ഒന്ന് പറഞ്ഞു കഴിയട്ടെ. അതിന് സമയം കൊടുക്കൂ. അതിൽ ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. അതിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? സോറി.
ജസ്റ്റ് ബൈ ദ വേ, കേരള ബ്രദർ, ഇവിടെ നമ്മൾ സൈഡ് ടോപ്പിക്കിലേക്ക് പോകരുത്. കൊള്ളയാണോ യുദ്ധമാണെന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇവിടെ മുഹമ്മദിന്റെ പാപമാണ്. അപ്പോഴാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിയട്ടെ, അത് കഴിഞ്ഞ് പറയൂ. നോൺ സിൻഫുൾ മിസ്റ്റേക്ക് ചെയ്തതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിച്ചു. അപ്പൊ അതിനെയാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് കൊള്ളയാണോ യുദ്ധമാണോ എന്നുള്ള വിഷയത്തിലോട്ടൊന്നും നമ്മൾ ടാൻജന്റിലോട്ട് വിടരുത്. ഇവരെ പിടിച്ച പിടിയിൽ ജനറൽ ബ്രദർ പിടിച്ചിരിക്കുകയാണ്, അവിടെ തന്നെ നിൽക്കണം. ഇനി മെൻ പറയൂ. അതായത് ബദർ യുദ്ധത്തിന് ശേഷം 70ഓളം ആൾക്കാരെ പ്രിസൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സ്വഹാബിമാരും പല ആളുകളും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ റാൻസം ചെയ്യാൻ വിചാരിച്ചു. അവർ ഇസ്ലാം പിൽക്കാലത്ത് സ്വീകരിക്കുമെന്നുള്ള നിലയ്ക്ക്. അപ്പൊ അള്ളാഹു താല കൃത്യമായിട്ട് ആ ഒരു സെക്കൻഡ്, ഡെസിഷനെ ഒരു റാൻസം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താണ് റാൻസം ചെയ്യേ? എന്തുട്ട് റാൻസം ചെയ്യാന്ന് എന്താണ്? അതായത് വെറുതെ വിട്ടേക്കുക. അതായത് ഈ ജയിലിലുള്ള ആൾക്കാരുണ്ടല്ലോ, പോലെ വെറുതെ വിട്ടേക്കുക. അത് ഉദ്ദേശമുള്ളൂ. അതിന് റാൻസം എന്നല്ല, തെറ്റൊന്നും പറയരുത്. റാൻസം എന്നുള്ളതിന് എന്താ ഉദ്ദേശിച്ചത്? അതിന് പകരം ഈ പൈസ എന്തെങ്കിലും കൊടുക്കും, വാങ്ങിയിട്ട് വേണം വിട്ടയക്കണേ. പൈസ അത് കൊടുക്കും, റാൻസം അല്ല. അതന്നെ അതുകൊണ്ട് പൈസ കാര്യം മലയാളത്തിൽ പറഞ്ഞാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യും, തുടരൂ. പൈസ കൊടുക്കണം. അതന്നെ റാൻസം. അതുകൊണ്ട് ഞാൻ റാൻസം എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച്. ഇവിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യൂ. അത് ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി. അപ്പം സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, അള്ളാഹു താല കൃത്യമായിട്ട് അവിടെ ഒരായത്തിറക്കി ഈ ഡെസിഷൻ മാറ്റണം എന്നുള്ള രീതിയിൽ. അങ്ങനത്തെ അതാണ് നോൺ സിൻഫുൾ മിസ്റ്റേക്ക് പറഞ്ഞത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്ത ഡെസിഷൻ ഒരു ചെറിയ അല്ലാതെ ആരും വേണേ കൊന്നിട്ടോ കുഴിച്ചു മൂടിയിട്ടോ ഒന്നുമില്ല. ജനറൽ ബ്രദറിന്റെ അതിലെ ചോദ്യം എന്തായിരുന്നു? മുഹമ്മദ് ചെയ്യാത്ത, അല്ലെങ്കിൽ മുഹമ്മദ് പാപം ചെയ്തിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷെ പിഴവുകളെ ചെയ്തിട്ടുള്ളെന്ന് പറഞ്ഞു. ഈ പിഴവുകൾ ആരുടെ മുമ്പിലാണ് പിഴവായത്? അള്ളാഹുവിന്റെ മുമ്പിലാണോ, അതോ മുഹമ്മദിന്റെ മുമ്പിലാണോ, അത് ആലിമീങ്ങളുടെ മുമ്പിലാണോ? ഈ പിഴവെന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തത്, ഈ ആയത്തിറങ്ങുന്നത് ബദർ യുദ്ധത്തിന് ശേഷമാണോ, ബദർ യുദ്ധത്തിന് മുമ്പാണോ? ഇത് ബദർ യുദ്ധത്തിന് ശേഷം ആൾക്കാരൊക്കെ ഓക്കെ, ഈ ഇതാക്കിയിട്ട് ആയത്ത് ബദർ യുദ്ധത്തിന് ശേഷമാണ് ഇറങ്ങുന്നത് അല്ലേ? അതെ, ആണല്ലോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അള്ളാഹു പഴയ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറയുന്നത് ഈ സംഗതിയാണ്. അതായത് മുഹമ്മദ് പിടിച്ചെടുത്ത ആൾക്കാരെ വെറുതെ വിട്ട കാര്യം, അത് മാത്രമാണ്, വേറെ ഒന്നുമല്ല അല്ലേ? ഹലോ ഹലോ ബ്രോ ഒന്ന് പറയാം. ഓൺലൈൻ ക്ലാസ് അറ്റൻഡൻസ് എന്താന്ന് പിറവൃത്തി എന്താന്ന് കേട്ടില്ല. ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡൻസിന് ഇപ്പൊ പറയാനേ, അതുകൊണ്ട് ഓക്കെ കേട്ടില്ല. ഓക്കെ, മാർക്ക് ചെയ്ത് കുഴപ്പമില്ല. കേൾക്കാവോ ഇപ്പോ? കേരള അല്ല, സോറി, നമ്മുടെ മെൻ താഴെ പോയിട്ട് വീണ്ടും വന്നതാണ്. എന്താണ്? പുള്ളി മെൻ വന്നല്ലോ. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണേ, അപ്പം അതിൽ അറ്റൻഡൻസ് കൊടുക്കേണ്ടി വരും. വി ടേക്ക് ഓൺലൈൻ സെഷൻസ്, പിള്ളേർ ചെയ്യുന്ന പരിപാടി നമുക്കറിയത്തില്ലേ, അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്യാനായിരിക്കും. അദ്ദേഹം വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ജനറൽ ബ്രദറെ, ഇത് കഴിഞ്ഞ് ഇവരുടെ പാപം എന്താണെന്ന് ഇവർ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, ഇയാൾ പറഞ്ഞൊരു റെഫറൻസ് ഉണ്ട്. എന്താ റെഫറൻസ് അല്ല, ഇയാൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ക്രിസ്ത്യാനികളുടെ പാപം വേറെ, മുസ്ലിങ്ങളുടെ പാപം വേറെ, നിരീശ്വരന്മാരുടെ പാപം വേറെ, മറ്റുള്ളവരുടെ പാപം വേറെ എന്നൊക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊക്കെ പോയാല് പാപത്തിന്റെ ഒരു ഇവന് ഡെഫിനിഷൻ മുങ്ങാനുള്ള വഴി നമ്മൾ തന്നെ തുറന്നു കൊടുക്കുകയാണ്. മനസ്സിലായോ? അവൻ മനസ്സിലായി. ക്രിസ്ത്യാനികളുടെ പക്ഷേ പാപം എന്താ പറയാന്ന് വെച്ചാല് മറ്റേ ഷിർക്ക് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോകും. ഓക്കെ, മുഹമ്മദ് അങ്ങനത്തെ പാപം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? ഒരു വഴിയും നമ്മളിപ്പോൾ തൽക്കാലം ഊടുവഴി പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. തൽക്കാലം നേരെയുള്ള വഴി കൂടെ പോയാൽ പോരെ? തീർച്ചയായിട്ടും ഞാൻ പറയാണ്. പക്ഷെ ആ ഒരു പോയിന്റ് പിന്നീട് നമുക്ക് ഡിസ്കഷൻ എടുക്കേണ്ടതാണ്.
ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്. കാരണം അല്ല ഈ ജെന്റിലെ പാപം എന്ത് മുഹമ്മദ് ശിർക്ക് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ശിർക്ക് കാണിച്ചൊരു തെളിവുണ്ട് കേട്ടോ, വിഷമിക്കണ്ട. ലാത്ത ചേച്ചിയെയും ഉഷ ചേച്ചിയെയും മനീഷ ചേച്ചിയെയും ആരാധിച്ചത് അത് നമ്മൾ അവിടേക്ക് വരാനായിരിക്കുന്നേ. നമ്മുടെ മെയിൻ ടോപ്പിക് അത് തന്നെയാണ്. മറ്റേ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള മുഹമ്മദിന്റെ പരിപാടി എന്തായിരുന്നു എന്നുള്ളതിലേക്ക് തന്നെ വരുന്നത്. പക്ഷേ നമ്മൾ ആദ്യം അല്ല നുബുവത്ത് ലഭിച്ചതിന് ശേഷം മക്ക ജീവിത കാലയളവിൽ 13 വർഷം മുഹമ്മദ് ശിർക്ക് ചെയ്തതായിട്ട് തെളിവുണ്ട്. നുബുവത്തിന് മുമ്പത്തെ പോട്ടെ, അതെ അതെ നുബുവത്തിന് അതെ ശേഷമുണ്ട്. നമുക്ക് അതെടുക്കാം. എനിക്ക് ഓർമ്മയുണ്ട്. മെന്നെ മയക്കെടുത്തേ അതിലെ ഇപ്പോഴും ക്ലാസ്സിലാണോ, ഓൺലൈൻ ക്ലാസ്സിലാണോ, അതോ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കൺസൾട്ടേഷനിലാണോ? സക്കീർ അവിടെ അടങ്ങിയിരുന്നോ? അല്ലെങ്കിൽ സക്കീറിന് ഞാൻ എടുത്ത് ഒറ്റ ഏറി ഞാൻ എറിയും. സത്യബ്രദറെ കുറച്ച് ഹൂറികളുടെ ആവശ്യമുണ്ട്. നാട്ടിലാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്, ഇപ്പൊ നാട്ടിലാണെങ്കിൽ 12 മണി 12 മണി ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ബ്രോ ഞാനേ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കണം. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജ് പറഞ്ഞാല് പല സ്റ്റെപ്സിന് വരുന്ന, അതായത് ഇന്ത്യയിൽ അറിയപ്പെട്ട ഒരു കോളേജ്. അപ്പം നീ ഇതിന് എഞ്ചിനീയറിംഗിൽ ജസ്റ്റ് ബൈ ദ വേ എന്ന് അറിയാൻ വേണ്ടി നീ ഏത് വിഷയം പഠിക്കുന്നത്? മഞ്ഞപ്പിത്തുണ്ട്. അപ്പം അതിന്റെ മഞ്ഞപ്പിത്തോ? പ്രശ്നം ഹെപ്പറ്റൈറ്റിസ് ബി അവിടെ എല്ലാവർക്കും. അപ്പം എഞ്ചിനീയറിംഗിൽ എല്ലാരും ഏത് സ്ട്രീമാണെന്ന് ചോദിച്ചത്. മെക്ക് ഏ ഇപ്പൊ വരാം. ഒരു അറ്റൻഡൻസ് ഒന്ന് എടുത്തിട്ട് മെക്കാനിക്കൽ മെക്കാനിക്കൽ വെയിറ്റ് ചെയ്ത് എഞ്ചിനീയർ. സത്യം പുള്ളി ശല്യപ്പെടുത്തണ്ട. പുള്ളി മാർക്ക് ചെയ്യായിരിക്കും. കാരണം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുമ്പോഴേ സൗണ്ട് കേട്ടാല് സാർമാരെ കുറെ. ബിനു ബ്രദറെ, പുള്ളി സമയം കളയാനല്ല വരുന്നത്. നമ്മൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ടൈം ഇതൊക്കെ തന്നെയാണ്. ഇതല്ലേ നമ്മൾ ചെയ്യണ്ടേ? അപ്പൊ ഇവിടെ സമയം പോകുന്ന അല്ല, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കാനാ? ജാക്കിറെ വിശ്വാസമില്ല. ജാക്കിർ ഒന്ന് കയറി വാ. സത്യക്ക് വിശ്വാസം. അതാണ് ജാക്കിർ കയറി വാ. അതിലെന്തായാലും ഇല്ല. ജാക്കിർ കയറി വാ. സക്കീർ കയറി വന്ന് ഇപ്പൊ മുഹമ്മദിനെ വെളുപ്പിക്കും. വട്ടുണ്ടായിരുന്ന ആളെ വട്ടില്ലാന്ന് തെളിയിക്കും. വാ. സത്യ ഇടയ്ക്ക് കയറും. നിങ്ങൾ നുണ പറയുമ്പോ പിന്നെ സത്യക്ക് സത്യം പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ കയറി വാ സക്കീർ. നിങ്ങൾക്കറിയാം, ഒരു നോമ്പ് ദിവസം കഴിഞ്ഞ് എന്നെ ശരിയാക്കി തരാം. ഒരു ദിവസം ഞാൻ പറയുന്നത് ജാമ്യ തിർമതി 27:32 ഒരു ദിവസം ആയിഷ പറയുന്ന കാര്യം ഞാൻ വായിക്കാം. സെയ്ദ് ബിൻ ഹാരിഥ arrived in Al-Madina while the messenger of Allah was in his house. ഒരു ദിവസം സെയ്ദ് ബിൻ ഹാരിസ്. ഹലോ, തിരിച്ചെത്തിയോ? ഓക്കെ, അതെ, ഗോ ഹെഡ്, പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇതായിരുന്നു. ബ്രോ തിരക്കാണോ? അല്ല, എവിടെ എത്തിയത് ഓർമ്മയില്ല. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബക്രാനങ്ങൾ അണക്കെട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയല്ല, മുഹമ്മദിന്റെ പാപത്തെ പറ്റിയാണ്. ഓക്കെ, നമ്മളിപ്പോ എത്തിയത് മുഹമ്മദ് പിഴവുകൾ ചെയ്തിട്ടുണ്ട്. മുഹമ്മദിന്റെ പിഴവുകൾ എന്തൊക്കെയായിരുന്നു എന്നായിരുന്നു ചോദ്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ബദർ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരെ വെറുതെ വിട്ടതാണ് പിഴവ് എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ്. അപ്പൊ ആ പിഴവാണോ അള്ളാഹു ഈ ആയത്തിൽ കൂടെ പുറത്തു കൊടുത്തത്? അങ്ങനെയല്ല, ഓക്കെ, അതന്നെ ഏകദേശം അങ്ങനെ. പക്ഷെ ബ്രോ അതായത് വേറൊരു രീതി കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബദർ യുദ്ധത്തിന് ആ 70 ഖുറൈശികളെ പിടിച്ചിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് പറയണ ഫുള്ള് അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പൊ ചില കമ്പാനിയൻസ് എന്ത് പറഞ്ഞു? കൊല്ലണം എന്ന് പറഞ്ഞു. ചില കമ്പാനിയൻസ് എന്ത് പറഞ്ഞു? കൊല്ലണ്ട, വെറുതെ വിട്ടാ മതി എന്ന് പറഞ്ഞു. റാൻസം ചെയ്തിട്ട്, അതായത് മണിക്ക് അങ്ങനെ. അപ്പം എന്താണ്, അപ്പം ഒരു യുദ്ധമാണ്. സ്ട്രോങ് മിലിറ്ററി അപ്രോച്ച് വേണം. കാരണം അത്രത്തോളം
ഖുറൈശികൾ ആക്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ യുദ്ധമാണ് മുസ്ലിങ്ങളും ഇവരും തമ്മിൽ. എത്ര കൊല്ലത്തിന് ശേഷം? 13 കൊല്ലത്തിന് ശേഷം അത്രയും ആക്രമിച്ചിട്ട് ഇവര് ചെയ്ത യുദ്ധമാണ്. അപ്പൊ എന്താണ്, അപ്പൊ ആ ഒരു സ്ഥലത്ത് ഒരു ഫേർമർ മിലിറ്ററി സ്റ്റാൻസ് എടുക്കുന്നതാണ് നല്ലത്. റസൂൽ ദാന്റെ ഡെസിഷൻ അവിടെ ആ ഒരു തിരുത്താണ് അവിടെ ചെയ്തത്. മനസ്സിലായില്ലേ? ആ റസൂൽ ഒരു പാപം ചെയ്തിട്ടില്ല ആദ്യം മനസ്സിലാക്കുക. ആ മിലിറ്ററി ഡെസിഷനിൽ ഇപ്പൊ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരാളെ കൊല്ലണത് പാപാണെന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ്. ഒരാളെ വല്ലാതെ തിരിഞ്ഞു പോരുന്നതാണ് യുദ്ധഭൂമിയിൽ പാപം. അതായത് ഓരോ സ്ഥലത്ത് സബ്ജക്റ്റീവാണ്. ഓക്കെ, ഇപ്പോഴും താങ്കൾ അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ ആയത്തിൽ പറയുന്ന മുഹമ്മദിന്റെ പാപങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഫോർ എ ഞാൻ ഇത്ര പ്രാവശ്യം ഇറ്റ് പറയുന്നുണ്ട് ഈസ് ബ്രോ. നോട്ട് ഫോർ എ പ്രോഫറ്റ് ടു സിൻ ആണോ നിങ്ങൾ പറയുന്നേ? ഞാൻ പറയട്ടെ, ഇറ്റ് ഇസ് നോട്ട് ഫോർ എ പ്രോഫിറ്റ് ടു ഹാവ് captives. ആ ആയത്തിന്റെ അർത്ഥം കേട്ടോ. അൺടിൽ ഹി ഇല്ല, നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ആയത്തല്ല. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദിന്റെ ക്ഷമിച്ചു കൊടുത്ത പാപങ്ങളെ കുറിച്ചാണ്. അതന്നെ. ഓക്കെ, അപ്പൊ ആ ക്ഷമിച്ചു കൊടുത്ത പാപം എന്നല്ല പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഒരു പാപം ആയിക്കോട്ടെ, സമ്മതിച്ചു. അടുത്ത പാപങ്ങൾ ഏതൊക്കെയാണ്? അടുത്ത പാപം, അതായത് പറഞ്ഞുതരാം. അടുത്ത പാപം ആ സൂറ ആലിമ്രാനിൽ എടുത്ത സോറി ഈ ശരീരദാനം ചോദിച്ച് ചെറിയ പാപമാണോ ബൈ ദ വേ? ഞാൻ അതല്ലെങ്കിൽ വിട്ടുകളഞ്ഞോട്ടെ. ഞാൻ ജസ്റ്റ് ഒന്നൊരു അതല്ലെങ്കിൽ ഈ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു കൽപ്പിച്ചത് വേണ്ടാന്ന് വെച്ചത് പാപമാണോ? പിന്നെ സെയ്ദും സൈനബും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടി അദ്ദേഹം പാപമോചനം തേടി. അങ്ങനൊക്കെ 2-3 പാപം പറഞ്ഞില്ലേ അവനെ? എനിക്ക് മനസ്സിലായില്ല. പാപമോചനം തേടിയത് പാപമാണോ? അദ്ദേഹത്തിന്റെ ഉമ്മാക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല ബ്രദറെ, സത്യം പറയാം, എനിക്ക് മനസ്സിലായില്ല. ഒരു മിനിറ്റ്, ഒന്ന് അതിൽ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും. ഇദ്ദേഹം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് പറഞ്ഞു തരുമോ? അല്ല, ഞാൻ ഞാൻ കേട്ടിട്ട് പറഞ്ഞല്ല, എനിക്ക് ഉമ്മാക്ക് അള്ളാഹു വേണ്ടി താല പറയുന്നുണ്ട്, പാപമോചനം തേടിയത് പാപമാണ്. പാപമോചനം എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രാണ്. പാപമോചനം എന്ന് പറഞ്ഞ വിശ്വാസികൾക്ക് മാത്രാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ യേശു ചെയ്ത കുറച്ച് പാപങ്ങൾ ഇന്റെ അടുത്തുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. യേശു അത് ചെയ്ത കുറച്ച് ചെയ്യാം. പാപങ്ങൾ ഓഫ് നമ്മുടെ അടുത്ത്. കോഴ്സ് നമുക്കത് ഡിസ്കസ് ചെയ്യാവേ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മുഹമ്മദിന്റെ പാപമല്ലേ. യേശു ചെയ്ത പാപങ്ങളെല്ലാം നിങ്ങൾ പറയണം. ഓക്കെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. യേശു ചെയ്ത പാവങ്ങളെല്ലാം നിങ്ങൾ പറയണേ. നമുക്കതെല്ലാം സംസാരിക്കാം. ഞാൻ അതില് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. യേശു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഓക്കെ, തൽക്കാലം മുഹമ്മദിന്റെ പാപം നമുക്ക് നോക്കാം. അപ്പൊ മുഹമ്മദ് ഇപ്പൊ ചെയ്ത ഒരു പാപം, മുഹമ്മദിന്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ഞാൻ അല്ലേ? പാപല്ല, അത് കറക്റ്റ് അള്ളാഹു കറക്റ്റ് ചെയ്യുന്ന ചില ഒരു ഡെസിഷനിൽ ഒരു മിസ്റ്റേക്ക്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായിട്ട് അങ്ങനത്തെ ഒരു അശ്രദ്ധയിൽ നിന്ന് പോലും മുക്തനാണെന്ന് അള്ളാഹ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അല്ല, അതല്ലേ അപ്പോൾ ഒരു സെക്കൻഡ് മറ്റേ ജനറൽ ബ്രദറെ, ഒരു ശ്രീനാരായണ ഗുരു സെക്കൻഡ്, പറഞ്ഞ ഒരു പുരുഷാകൃതി സെക്കൻഡ്. പൂണ്ട ദൈവമോ ശ്രീനാരായണ ഗുരുവിന്റെ ദിവ്യാകൃതി വിട്, പൂണ്ട ധർമ്മമോ ഒരു സെക്കൻഡ്. പരമേശ പവിത്ര തുടങ്ങി. ഉത്തമോ കരുണാവായ നബി തുടങ്ങി. മുത്തുരത്നമോ. പിന്നെ ഇതാണ് കരുണയുടെ ഗിഷ്കാലപ്പി. കുറവാന്നാണ് ഒരുപാട് കവിത. വള്ളത്തോണ്ട് ഇതാണ് നാരായണ മേനോന്റെ ഗിഷ്കാലപ്പി. കവിത. അതുകൊണ്ടല്ലേ റസൂലുള്ള ഗിഷ് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. റസൂല അല്ല 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 ഗിഷ്കാലപ്പിൻ അല്ല തുടങ്ങും. അത്രത്തോളം വെയിറ്റ് 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 തുടങ്ങുമ്പോൾ വെയിറ്റ് പാപമുക്തനായ ഗിഷ്കാലപ്പിൻ മനുഷ്യനാണ്. തുടങ്ങും. അല്ല, എനിക്കൊരു സംശയം. ഇതിപ്പോ ആരുടെ ഒരു പാപം, ഉത്തരവ് ആരുടെ മിസ്റ്റേക്ക് ഇല്ലാതാവുമ്പോഴും എന്ന് പറഞ്ഞാൽ ഗിഷ്കാലപ്പിൻ. അള്ളാഹുവിന്റെ മിസ്റ്റേക്കോ? അല്ല സത്യ ബ്രദർ, ഇവൻ ആരുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് ചിരിയും ബ്രദർ ഇടയ്ക്ക് അള്ളാഹുവിന് കയറല്ലേ? പറ്റിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള മിസ്റ്റേക്കോ? ചിരിയും ബ്രദർ ഇടയ്ക്ക് ഡിസ്കഷനിലാണെങ്കിൽ കയറല്ലേ അല്ല, പ്ലീസ്? അള്ളാഹുവിന് ജിന്റിന്റെ പറ്റിയ പ്രശ്നം എന്താ മിസ്റ്റേക്ക് പറയുക? എന്തോ? ജിന്റിൽ ഇന്റലക്ച്വൽ ആണ്, പക്ഷെ ആൻസർ പറഞ്ഞ അതിനല്ല ആൻസർ എന്ന്, അതിനല്ല ആൻസർ എന്ന്, ഇതിനല്ല ആൻസർ എന്ന്, അതിനല്ല ആൻസർ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ ഞാൻ ഇവിടെ പറഞ്ഞത് പൊന്നാതിലേ, ഒരു സത്യത്തിൽ ഇന്റലക്ച്വൽ, ഞാൻ എന്റെ പലപ്പോഴും ആൻസർ ആദിൽ, പറഞ്ഞിട്ടുണ്ട്. ബ്രോന്റെ ഞാൻ ഇന്നലെ സാഫി ദാറ്റ്സ് മറവി ഞാൻ ഓക്കെ, പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ദാറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ അള്ളാഹുവിന്റെ റസൂൽ ഇന്റലക്ച്വൽ, ഒരിക്കലും ഇബ്രാഹിം നബി മുഹമ്മദ് റസൂൽ മാത്രമല്ല, ഇബ്രാഹിം നബി ഓക്കെ, അലി ഇസ്ലാമും കൂടി അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ചാലേ മുസ്ലിം ആവുള്ളൂ. ഈസാ നബി എന്റെ പൊന്നെ, മൂസയും ഒക്കെ അള്ളാഹിന്റെ അവിടെ നിൽക്ക്, പ്രവാചകന്മാരെന്നാണ് അവിടെ വിശ്വസിച്ചുള്ളൂ. നിൽക്ക്. അപ്പൊ ഇത്ര അവിടെ നേരം ഞാൻ കൃത്യമായിട്ട് ആ മിണ്ടാതിരുന്നു, ചരിത്രം. ഇത്ര നേരം ഞാൻ മിണ്ടാതിരുന്നു. ഇനി ഞാൻ എടുത്തിട്ട് അലക്കി തരണോ? നിങ്ങൾ കേൾക്കണോ? ഇബ്രാഹിം പാവം ചെയ്തിട്ടില്ലേ? 60-1 എടുത്തേ, 60-1.
എടുക്ക്, ഖുറാൻ എടുക്ക്, അപ്പൊ 60-ന്റെ ഇപ്പൊ 1. നമ്മള് മുഹമ്മദ് നബി പാപിയാണോ നോക്കണേ? വെയിറ്റ് ഇല്ല ഇല്ല ഞങ്ങൾക്ക് ഇല്ല, നീ ജീസസിനെ കുറച്ച് കുറെ പാപങ്ങൾ നേരമായി പറയണം, പറയണു. യേശുവിന്റെ ഇല്ല, കുറച്ച് ആദിൽ പാപങ്ങൾ കുറെ എനിക്ക് നേരമായി പറയാനുണ്ട്. വെയിറ്റ് യേശുവിന്റെ ആദിൽ കുറച്ച് കുറെ പാപങ്ങൾ നേരമായി പറയാനുണ്ട്. പറയണു അങ്ങനെ നിങ്ങൾ ഒരു വിഷയം പ്രവാചകൻ. ഡിബേറ്റ് ചെയ്യുവാണല്ലോ. ആദിൽ എനിക്ക് യേശുവിന്റെ ആദിൽ കുറച്ച് പിഴവുകൾ വെയിറ്റ് അല്ല, ചെയ്യ്, അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പോവുള്ളൂ. ആദിൽ കുറെ നേരമായി പറയണു ഒരൊറ്റ പ്രവാചകന്മാരും പാപം ചെയ്തിട്ടില്ല. ഞാൻ കുറെ നേരം മിണ്ടാതിരുന്നു, കാരണം മുഹമ്മദിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട്. വെയിറ്റ് ചെയ്യ്. 60-ന്റെ 1. ആരുടെയെങ്കിലും കയ്യിൽ ഖുറാൻ ഉണ്ടോ? ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ട് ഉണ്ട് ഖുറാൻ ഉണ്ടോ? ഉണ്ട് 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 60-ന്റെ 1. ദേ എടുക്കട്ടെ പാപം ചെയ്യാത്ത ഓൺലൈനിലുണ്ട്. ഇബ്രാഹിമിനെ ഇപ്പൊ കാണിച്ചു തരാം. ഇവര് ഈ സ്കാലപ്പിംഗ് നടത്തുന്നത് വേണ്ടെന്ന് തോൽവി ചോദിച്ചാൽ മണക്കുമ്പോഴാണ്. ഇവന് കുറെ നേരം മറ്റു പ്രവാചകന്മാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ചെയ്ത് കാണിച്ചു തരാം. എണ്ണി പിടിച്ചോ. ആ ഈ ചാപ്റ്ററിന്റെ പേര് മാർക്ക് 1:4, മാർക്ക് 1:9. 60-ന്റെ 1. ജീസസ് സിൻലെസ് വെയിറ്റ് ചെയ്യ, ആണെങ്കിൽ അതിലേക്കൊക്കെ എന്തുകൊണ്ട് പോകാം, ബാപ്റ്റിസം അതിലേക്കൊക്കെ പോകാം. അറുപതിന്റെ ആദിൽ ഒന്ന് പിടക്കല്ലേ, അൽ അടുത്തത് പിടക്കല്ലേ. ആദിലാണ് എന്നെ വലിച്ചു ആദിൽ അടുത്തത് തന്നത്. പിടയ്ക്കും. ഇനി എന്താണ്? ആദിൽ അദ്ദേഹത്തെ തന്നെ തന്നിട്ടേ അദ്ദേഹം പോകുന്നുള്ളൂ. നല്ലതാണെന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് എന്നെ വിളിക്കും? മാർക്ക് വെയിറ്റ് ചെയ്യ, 10 ആദിൽ മുതൽ ആദ്യം തൊട്ട് 18 വരെ എവിടെയും സ്കാലപ്പിംഗ് വായിക്കാൻ തുടങ്ങും. പറ്റില്ല. പിടക്കണ്ട. അതുപോലെ തന്നെ ഇബ്രാഹിം പാപം ജീസസിന് ചെയ്തിട്ടുണ്ട്, അത് പലപ്പോഴും ഇപ്പൊ കാണിച്ചു ദേഷ്യം തരാം. പിടിക്കുന്നുണ്ട്, ആദിലെ വയലന്റ് ഞാൻ ആവുന്നുണ്ട്. ആദിലിനെ വിളിച്ചത്, ആദിൽ ഒരിക്കലും താഴത്ത് ടൈപ്പ് മോഡേൺ ചെയ്ത് ഇപ്പോഴും അവിടെ യുദ്ധത്തിന്റെ ഒരു കിടക്കുന്നുണ്ട്. ഞാൻ കൾച്ചറിൽ വരുന്ന ഒരു മാന്യമായിട്ട് സംഭവമല്ല ഇത്. സംസാരിക്കാം എന്ന് ആദിൽ പറഞ്ഞിട്ടാണ് ആദിലിനെ അദ്ദേഹം മുകളിലേക്ക് ഒരു എടുത്തത്. ഫിഗ് ട്രീയെ എന്താ പറയാ കേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആദില് അദ്ദേഹം ദൈവമല്ല, ആദിലിനോട് എന്തിനാ ഞാൻ കേസ് ചെയ്യണത്? മാന്യമായിട്ട് അദ്ദേഹത്തിന് തന്നെ ആദിൽ വരുത്തിക്കൂടെ? സംസാരിക്കാം. അദ്ദേഹത്തിന് ദൈവമല്ല എന്നുള്ളതല്ല. ആദില് ഒരു ഓക്കെ, കാനേറ്റ് ആദിലെ ഒരു മിനിറ്റ്, ആരും വുമണിനെതിരെ മിണ്ടല്ലേ, എന്താ ആരും പറയാ മിണ്ടല്ലേ. റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദിലെ പിന്നെ യേശു ക്രിസ്തുവിന്റെ ഒരിക്കലും ഒരു പാപം ലോകത്തിന്റെ നിങ്ങൾ അന്ത്യം എടുത്തു. അറിയില്ല, അത് വെയിറ്റ് ദൈവം ചെയ്യ്, എന്നുള്ള അതിൽ വെയിറ്റ് രീതിയിൽ ഒരു ചെയ്യ്. പാവാണ്. ആദിലിന് സമയം തരാം, ആദിലിന് തന്നെ സമയം തരികയാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യ്. ആദില് പറ, യേശു ക്രിസ്തുവിന്റെ ഒരു പാപം പറ ആദിലെ, യേശു ക്രിസ്തുവിന്റെ ഒരു പാപം പറ. ബ്രോ ഇത്ര നേരം പിന്നെ ഞാൻ എന്താ പറഞ്ഞേ? ഞങ്ങളൊന്നും കേട്ടില്ല, അതാണ് പറഞ്ഞ. ക്രോസ് ടോക്ക് ചെയ്താൽ ആരും കേൾക്കത്തില്ല. താങ്കൾ ഒരു പാപം പറ. അപ്പൊ നമ്മുടെ വിഷയം മുഹമ്മദിന്റെ നേത്രാക്ക് പാപം എനിക്ക് മാറിപ്പോ തോന്നുന്നു ഈ 6-7 അപ്പൊ ക്രിസ്തുവിന്റെ പാപം മുഹമ്മദ് പാപങ്ങൾ മാറി. പാപം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. എന്ന് പുള്ളി സമ്മതിച്ചുകൊണ്ടാണല്ലോ യേശുവും പാപം ഇല്ല ചെയ്തിട്ടുണ്ടെന്ന് മുഹമ്മദ് വരുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം ചെയ്തിട്ടില്ല. ആ ആയത്തിന് കൃത്യമായ എക്സ്പ്ലനേഷൻ പറഞ്ഞു. എന്നാ ആദിൽ അതായത് വെയിറ്റ് ചെയ്യൂ. മാൻ എന്നാ പിന്നെ സിമ്പിൾ മിസ്റ്റേക്ക് ആണ്, അത് പാപം എന്ന് പറയാൻ നിങ്ങള് പാടില്ല, അത് ആദിൽ പിഴവുകളാണ്. വെയിറ്റ് ചെയ്യൂ. ആദിൽ എന്തിനാ പിടയ്ക്കുന്നത്? അപ്പൊ ആദിലിന് ഇപ്പൊ എന്ത് സംസാരിക്കണം? മുഹമ്മദിന്റെ പാപമല്ലേ നമ്മൾ തുടങ്ങിയത്, അത് തന്നെ സംസാരിക്കാം. യേശുവിന്റെ പാപം അതോ പറയുമ്പോ യേശുവിന്റെ പാപത്തിലേക്ക് പേടിക്കുന്നുണ്ടോ? വരണോ? ഒരു ജെറ്റിൽ പേടിയുമില്ല. അങ്ങോട്ട് പോകണ്ട. അല്ല, ശ്ശെ, ജെറ്റിൽ അങ്ങോട്ട് പോകണ്ട. എന്താണ് അല്ല, ഒരു മിനിറ്റ്. മുഹമ്മദിന്റെ പാപവും ഇബ്രാഹിം നബിയുടെ പാപവും ഇസ്ലാമിലെ മുഴുവൻ എല്ലാ നബിമാരുടെ പാപം എന്റെ പാപങ്ങൾ അടുത്തുണ്ടെന്ന്, പറഞ്ഞിട്ട് നമ്മൾ പോകണം. എല്ലാ പാപം ഇവിടെ എടുത്തു ആ, വെച്ചിട്ടാ ഇരിക്കുന്നേ. പക്ഷെ ഈ പുള്ളിക്ക് അങ്ങോട്ട് യേശുവിന്റെ പോയി, പാപം അങ്ങോട്ട് പോയി, തന്നെ വേണമെങ്കിൽ നമുക്ക് യേശുവിന്റെ പാപം അങ്ങോട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ പുള്ളി പറയില്ല ഒന്നും അത് എടുത്തിട്ട്. അത് രണ്ടാമത്. ഈ ആദ്യം മുഹമ്മദ് ചെയ്ത പാപത്തെ കുറിച്ച് പറയാം. ഹദീസുകളും ആയത്തുകളും അങ്ങോട്ട് വീശാൻ പോകും. അത് പറഞ്ഞിട്ടതിന് ശേഷം മറ്റുള്ള പോയാൽ മതി. മുഹമ്മദിന്റെ പാപം നമ്മൾ അന്നോ ഡിസ്കഷൻ ചെയ്യാൻ തുടങ്ങിക്കണം. യേശുവിന്റെ പാപം പറയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നമ്മൾ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി അതിലെ വസല്ലമിന്റെ നമുക്ക് ഇപ്പൊ ഇവരുടെ കാര്യത്തിൽ എല്ലാവരുടെ പൊതുജന അഭിപ്രായം മാനിച്ച് ആദ്യം മുഹമ്മദിന്റെ പാപം നമ്മൾ തീർത്തിട്ട് അടുത്ത പാപത്തിലേക്ക് പോവാം, പോരെ? കറക്റ്റ്. നമ്മൾ ഇത് തുടങ്ങിയത് അവസാനിപ്പിച്ചില്ലല്ലോ, ഒരുപാട് പിന്നെ എങ്ങനെ വേറെ വഴിക്ക് പോകുന്നത്? ഓക്കെ. അപ്പൊ പുള്ളി പറഞ്ഞത് മുഹമ്മദ് ജീവിച്ചത് ഇബ്രാഹിമിനെ പോലെ തന്നെയാണ്. ഇബ്രാഹിം നബി പാപം ചെയ്തിട്ടില്ല. 60-ന്റെ 1 വായിച്ചേ. കണ്ടില്ലേ? അപ്പൊ ആരെ വിഷയം ഡീവിയേറ്റ് ആയി പോണത്? പൊതുജന അഭിപ്രായം എന്താ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പാപമാണല്ലോ. ഇതങ്ങട്ട് അതെ, ഡീവിയേറ്റ് ആയിട്ട് മുഹമ്മദ് പാപം എന്തിന് എന്ന് ചെയ്തത്, പറയുന്നത് സത്യം പാപം പറഞ്ഞ ഡീവിയേഷൻ മുഹമ്മദിനോട് എന്നെ ഒന്ന് ആണ്. മ്യൂട്ട് അള്ളാഹു ചെയ്ത് ഞാൻ പറയുകയാണ്. താഴോട്ടാക്കും, അതല്ലെങ്കിൽ താഴോട്ടാക്കും, ഞാൻ വായിക്കാം. താഴ്ത്തിക്കാക്കല്ലേ. പുള്ളി അപ്പൊ അതിനുവേണ്ടി വായിക്കട്ടെ, കാത്തിരിക്കുകയാണ്, ഈ പ്രശ്നം എന്നാലും ജെന്റിൽ അതെ, ബ്രദർ ഞാൻ വായിക്കാം. വായിച്ചോളൂ. അൽ 60 പറഞ്ഞ അൽ മുന്തഹിൻ. 60-ന്റെ 1. വിശ്വസിച്ചവരെ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ശത്രുക്കളുമായി സ്നേഹബന്ധം സ്ഥാപിച്ച് അവരെ രക്ഷാധികാരികളാക്കരുത്. നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തെ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ നാഥനായ അല്ലാഹുവിൽ വിശ്വസിച്ചുവെന്നതിനാൽ അവർ ദൈവദൂതനെയും നിങ്ങളെയും നാടുകടത്തുന്നു. എന്റെ മാർഗത്തിൽ സമരം ചെയ്യാനും എന്റെ പ്രീതി നേടാനും തന്നെയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അങ്ങനെ ചെയ്യരുത്. എന്നാൽ നിങ്ങൾ അവരുമായി സ്വകാര്യത്തിൽ സ്നേഹബന്ധം പുലർത്തുകയാണ്. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യുന്നതെല്ലാം ഞാൻ നന്നായി അതല്ലല്ലോ, അറിയുന്നുണ്ട്. 60 തെറ്റി. 60 അധ്യായത്തിന്റെ 1 വാക്യമാണ് ഞാൻ വായിച്ചത് ബ്രദറെ. അതെ, ബ്രോ ഒന്ന് വായിക്കട്ടെ. മാർക്ക് 11:12 മുതൽ 14 വരെ. താനൊന്നും ഉണ്ടായിരുന്ന അവിടെ ഇല്ല ഒന്ന് ഇല്ല ഇല്ല താഴോട്ടാക്കും, ഇല്ല, ഞാൻ വായിക്കാം. എനിക്ക് സത്യം ബ്രോ, എനിക്ക് അത് എന്തുകൊണ്ടൊരു കേൾക്കണം. അതിൽ വായിക്കും. ദൈവമാണെങ്കിൽ വരുത്തിക്കൂടായിരുന്നോ? ചോദ്യാണ്. ഇല്ല, അതിൽ വായിക്കാം. ഞാൻ കേട്ടില്ല. അതിൽ എന്തായിരുന്നു വായിച്ചേ? മാർക്ക് 11:12 മുതൽ വായിച്ചു 14 വരെ വായിച്ചു വാക്യങ്ങൾ. സീയിങ് ഇൻ ദ ഡിസ്റ്റൻസ് ഓഫ് എ ഫിഗ് ട്രീ ഇൻ ലീഫ്, he went to find out it had any fruit. When he reached it, he found nothing but leaves, because it was not the season for figs. Then he said to the tree, may no one ever
ഈറ്റ് ഫ്രൂട്ട് ഫ്രം യു അഗെയിൻ. ഇവിടെ ആ, എന്തുകൊണ്ട് ജീസസ് ആ ഫിഗ് ട്രീയെ കേസ് ചെയ്യുന്നു? ഒരു ഫ്രൂട്ട് ഇല്ല എന്ന് വിചാരിച്ചിട്ട്. വളരെ വ്യക്തമായിട്ട് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, മേ പീപ്പിൾ നോട്ട് ഈറ്റ് ഫ്രം യു. കാരണം പ്രതീക്ഷിക്കുന്ന ഒന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കിട്ടിയിട്ടില്ലെങ്കിൽ ജനം അതിൽ ആശ്രയിക്കാതിരിക്കട്ടെ. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. ഇതിലേതാണ് പാപം? ഇതിലെന്താണ് പാപം? അദ്ദേഹം ദൈവം എന്നുള്ള രീതിയിലേ അദ്ദേഹം എന്താണ്? പാപം എന്താണ്? അദ്ദേഹം ഒരു മരത്തിനെ ശപിക്കുക. അദ്ദേഹത്തിനാണ് മരം എവിടെ അവിടെ ശപിച്ചു എന്ന് എവിടെ ഫ്രൂട്ട്. എഴുതിയിരിക്കണേ? ഇത് ശാപന്നല്ലേ? മേ നോ നെവർ അല്ലല്ല ഈറ്റ് ഫ്രൂട്ട് ഫ്രം. അല്ല, അങ്ങനെ ആരും എഴുതണോ? നിന്നിൽ അങ്ങനെ നിന്ന് വരികൾക്കിടയിലൂടെ വായിക്കുന്ന നിങ്ങൾ എന്തിനാ മഹാവ്യക്തിത്വങ്ങളാണല്ലോ അതിന്റെ ഉള്ളിൽ കൂടെ വായിക്കുന്നേ? ഒരു അവിടെ ഇന്റലക്ച്വൽ യേശു ഡിസ്കഷൻ വരണം, ഒരു യേശു ഇന്റലക്ച്വൽ ഡിസ്കഷൻ അത്തിമരത്തെ വരണം. ശപിച്ചു എന്ന് അവിടെ എവിടെ എഴുതിയിരിക്കുന്നേ? ബ്രോ ഞാൻ ഇത് പറഞ്ഞല്ലോ, ചർച്ച ഈ വഴി തിരിച്ചുവിടാനുള്ള വരികൾക്കിടയിലൂടെ തന്ത്രമാണ്. അല്ല, വായിക്കുന്ന അതിന് തന്നെയാണ്. പക്ഷെ നമ്മൾ ആ വഴിക്ക് പോകത്തില്ല എന്ന് കാണിക്കാനാണ് മാർക്ക് ഇവൻ ഞാൻ കൊണ്ടുവന്ന് കൃത്യമായിട്ട് പക്ക പറയാം. തെറ്റാണെന്ന് ഇവർക്ക് കാണിക്കാൻ വേണ്ടി ഇവിടെ അത്. മരത്തിനെ ജെന്റിലെ ശപിക്കാന്നല്ലാതെ ഒരു മിനിറ്റ്, ജെന്റിലെ അല്ല ഒരു സലൂടാണ് മിനിറ്റ്, ചെയ്തത്. ഒരു ഓക്കെ, മിനിറ്റ്, ഒരു മിനിറ്റ്. ക്യാരി ഓൺ സലൂടാണ് ചെയ്തത്. ക്യാരി ഓൺ. ജെന്റിൽ ചാക്കോ പോയോ? ഫാസ്റ്റ് ഒന്നും കേൾക്കുന്നില്ല. ജെന്റിൽ പോയോ? ജെന്റിൽ പോയോ? ജെന്റിൽ ഇല്ലയോ? ജെന്റിൽ ബ്രോ അദ്ദേഹം വരും വരും പോയി വരും പോയി വരും. പോയി അദ്ദേഹത്തിന് പോയി ഒരു ഫോൺ പെട്ടെന്ന് വന്നു. വരും. ജെന്റിൽ പോയോ? അല്ല അല്ല, പെട്ടെന്ന് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഹമ്മദിന്റെ പാപത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞ വിശദീകരിച്ചോ? വായിച്ചു കേൾപ്പിച്ചോ നിങ്ങൾ ആരെങ്കിലും? ഇല്ല, ഒരെണ്ണം വായിച്ചു. അതായത് പാപത്തെ പറ്റി പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് മുഹമ്മദ് പാപം ചെയ്തിട്ടില്ല, നോൺ സിൻഫുൾ മിസ്റ്റേക്സ് ചെയ്തിട്ടുള്ളത്, പാപമല്ലാത്ത പിഴവുകൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ അല്ല അല്ല ഈസാനബിക്ക് അല്ല പറ്റിയത് അല്ല അല്ല പിഴവുകൾ മാത്രമാണ്. അതാ ഞാൻ പറഞ്ഞു, മാസൂമികളായ പ്രവാചകന്മാര്. അല്ലല്ല, അത് മുസ്ലിങ്ങളുടെ ദാവാക്കാരുടെ തള്ളാണ്, പിഴവുകളെ കള്ളത്തരമാണ്. പച്ചയ്ക്ക് മുഹമ്മദ് പാപം ചെയ്തിട്ടുണ്ട്. വായിച്ചു ഒരു കേൾപ്പിക്കാം. പാപം 40-ന്റെ ചെയ്തിട്ടില്ല. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട്. ഒന്നും ഒരു പാപം കൂടെ എടുത്താണ്. ശരി, ആ എക്സ്പ്ലനേഷൻ ഞാൻ കാണിച്ചു തരാം. തരാം. നിങ്ങൾ അതല്ലേ ഇപ്പൊ മ്യൂട്ട് കാണിച്ചു തരാൻ ചെയ്യൂ. പോണത്. നിങ്ങൾ ആ വായിച്ചു ഒരൊറ്റ കേൾപ്പിക്കാം. എക്സ്പ്ലനേഷൻ, മ്യൂട്ട് ചെയ്യൂ. ഒരൊറ്റ ആൻസർ ഞാൻ ഒന്ന് അവിടുന്ന് പറയട്ടെ, പറയും. മ്യൂട്ട് ചെയ്യൂ. പറ്റുകയാണെങ്കിൽ ഒന്ന് പറയട്ടെ, സംസാരിക്കാം. മെൻ ഞാനത് മ്യൂട്ട് പറയട്ടെ. ചെയ്യൂ. മുഹമ്മദ് ചെയ്ത പാപം നമ്പർ 1, 40-ന്റെ 55, നിന്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുക. മനസ്സിലായോ? അത് ഞാൻ നിന്റെ ഈ ലിതംബിക്ക പാപങ്ങൾ എന്ന് പറയുന്ന പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു റസൂൽ ചെയ്തത് എത്ര മിണ്ടാതിരുന്നിട്ട് പ്രാവശ്യം പറഞ്ഞു. ആ നിന്റെ ദമ്പിന്റെ ഉദ്ദേശം എത്ര പ്രാവശ്യം ദയവ് പറഞ്ഞു. നിർത്തിക്കേ, ഒന്ന് നിർത്തിക്കേ, മനസ്സിലാവില്ലേ? ഒന്ന് നിർത്തിക്കേ, ഒന്ന് നിർത്ത്, ബഹളം ഉണ്ടാക്കാതെ. നിങ്ങളിത് അക്ബറൊക്കെ പടച്ചുവിടുന്ന നിങ്ങളുടെ ഈ മുജാഹിദുകളിൽ ചില ആളുകളുണ്ട്, ഇല്ലാത്ത കള്ളത്തരമൊക്കെ എഴുതി വെക്കുക. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ആ അതായത് മുജാഹിദിനോട് പോയി സംസാരിക്കാം. ഞാൻ രക്തക്കട്ട സുന്നിയാണ്. സുന്നിയാണെങ്കിൽ സുന്നികളെ ആ കാണിക്കുന്നുണ്ട്. സുന്നികളെന്ത് ചെയ്തു? സുന്നികളാണ് സുന്നികളെന്ത് ചെയ്തു? ഒന്ന് കാണിച്ചു. പറയട്ടെ, ആ സുന്നികളെന്ത് ഞാൻ ചെയ്തു? പറയട്ടെ, കാണണല്ലോ. ഞാൻ പറയട്ടെ, അങ്ങോട്ട് ഞാൻ വെറുതെ പറയട്ടെ, ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സുഖമാണ്. ആരോപണങ്ങളൊക്കെ ഞാൻ മാധ്യമം പറയട്ടെ, സൃഷ്ടി, അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ ഓരോ ആൾക്കാർ സൃഷ്ടിച്ചുണ്ടാക്കണതാണ്. ഇത് പറയട്ടെ. നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന ഖുറാന്റെ പരിഭാഷ, സുന്നി പണ്ഡിതനായ മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട്, നിങ്ങളുടെ അനിഷേധ്യനായ നേതാവിന്റെ ഞാൻ വായിച്ചത്, നിന്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുക, രാവിലെയും വൈകുന്നേരവും നിന്റെ നാഥനെ വാഴ്ത്തിക്കൊണ്ട് മാപ്പിരക്കുക. പാപം ചെയ്യാത്തവരോടാണ് ഇത് പറയുന്നത്. കൊടും പാപിയോട് പറയാണ്, മുഹമ്മദേ നിന്റെ പാപത്തിന് നീ മാപ്പിരക്കുക, രാവിലെയും വൈകുന്നേരവും മാപ്പിരക്കുക. മനസ്സിലായോ? ഇനി കേൾക്കണവേ, ഇത് ഒന്ന് പറയട്ടെ, ഇത് ഒന്ന് പറയട്ടെ. ആ മുഹമ്മദിനോട് ഒരൊറ്റ ആ ചോദ്യം ആൻസർ ചെയ്തിട്ട് അടുത്ത ചോദ്യം ചോദിച്ചോളി. ഓക്കെ. അവിടെ അടുത്ത കൃത്യമായിട്ട് കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, പണ്ഡിതന്മാരാണ്. ആ റസൂൽ തീർച്ചയായിട്ടും വേണ്ടിയാണ്, ഹ്യൂമിനിറ്റിക്ക് 47 വേണ്ടിയാണ് വർഷമോ? പാപമോചനം തേടാൻ എന്നോട് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് മുഹമ്മദ് 47 റസൂൽ ലോകം കണ്ട ഏറ്റവും വലിയ ടോപ്പ് മനുഷ്യൻ. ഞാൻ പറഞ്ഞല്ലോ, അത് പറയാൻ നീ ആരോടാ? മൈക്കിൾ അതിലെ നീ അദ്ദേഹം പണ്ഡിതനാണോ? പറഞ്ഞ ഈ ആദില് മനുഷ്യന്മാരൊക്കെ പണ്ഡിതനാണോ? വെയിറ്റ് അതിലൊന്ന് പറയട്ടെ, നിങ്ങൾ സമയം കൊടുക്ക് ഇതൊക്കെ പ്ലീസ്. പറഞ്ഞ അങ്ങനെ ഒരു നല്ല ഡിസ്കഷൻ വ്യക്തി. പോട്ടെ, എനിക്ക് അതാ ഇഷ്ടം. ഓക്കെ ചാക്ക പാസ്റ്ററെ, ഞാൻ മോഡറേറ്റ് ചെയ്യാവേ. ഐ ആ വിൽ ബി ദ മോഡറേറ്റർ. ഓക്കെ, അല്ല, ഇത് ജെറ്റിൽ വെയിറ്റ് ചെയ്യൂ. ചാക്ക ഒരു പാസ്റ്റർ കാര്യം, വെയിറ്റ് ചെയ്യൂ. ചാക്ക പാസ്റ്റർ വെയിറ്റ് ചെയ്യൂ. ആദിലെ, ഞാൻ ചാക്കോ പാസ്റ്ററിന് 1 മിനിറ്റ് സമയം കൊടുക്കുകയാണ്. 2 മിനിറ്റ് സമയം കൊടുക്കുകയാണ്. ആ സമയത്ത് ആദിൽ ഇടപെടരുത് പ്ലീസ്. ചാക്കോ പാസ്റ്റർ ഗോ ഹെഡ്. ആ അതായത് തുടങ്ങുന്നതിന് റെഫറൻസ് ഒക്കെ ഒന്ന് പറയണ്ടോ? എന്നാലും എല്ലാം പറയാം, ആദിൽ ഇടപെടരുതേ പ്ലീസ്. ചാക്കോ പാസ്റ്റർ പറഞ്ഞോളൂ. പറയട്ടെ. ഗോ ഹെഡ്. 40-ന്റെ 55 നിന്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുക, രാവിലെയും വൈകുന്നേരവും. രാവിലെയും വൈകുന്നേരം ഇദ്ദേഹത്തിന്റെ ജോലി മാപ്പിരക്കല. 1. ഇത് 40-ന്റെ 55. 47-ന്റെ 19 നിന്റെയും മുഴുവൻ വിശ്വാസികളുടെയും പാപങ്ങൾക്ക് നീ മാപ്പിരക്കുക. മുഹമ്മദ് കൊടും പാവി, ഇന്റർനാഷണൽ പാവി. നിന്റെയും
മുഴുവൻ ഇവിടെ മെന്നുൾപ്പെടെയുള്ള മുഴുവൻ മുസ്ലിം ലോകത്തിന്റെ പാപങ്ങൾക്ക് മാപ്പിരക്കുക. എന്നിട്ട് ഇവരെല്ലാം പറയുന്നത് നബിമാരെല്ലാം പഞ്ചപാവങ്ങളാണ്, പരിശുദ്ധന്മാരാണെന്ന് പറയുന്നത് കേട്ടോ. ഇനി കേട്ടോടെ, ഇമാം ബുഖാരി 2135 ഇങ്ങനെ വായിക്കുന്നു: തിരുമേനി അരുളി, ഓരോ ദിവസവും ഞാൻ 70-ലധികം പ്രാവശ്യം പാപമോചനത്തിനായി പ്രാർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട്. മനസ്സിലായോ? 70-ലധികം പ്രാവശ്യം ഞാന് പാപമോചനത്തിനായി, മറ്റൊരു ഹദീസിൽ ദിവസത്തിൽ 100 പ്രാവശ്യം ഞാന് പാപമോചനത്തിനായി പ്രാർത്ഥിച്ചു. അപ്പം മുഹമ്മദിന്റെ പാപം കണ്ടോ? ഇനി ഇവരുടെ നബിമാരുടെ പാപം ചെയ്ത നബിമാരുടെ ആയത്തുകളൊന്ന് ഓടിച്ച് വായിച്ചിട്ട് വിടാം. ഒരു പ്രാവശ്യം നിങ്ങൾ ദയവായി കേൾക്കുക. ദാവൂദ് നബി കൊടും പാപം ചെയ്തു. 38:24. അദ്ദേഹം തന്റെ നാഥനോട് പാപമോചന പ്രാർത്ഥന നടത്തി. പക്ഷെ മോചനത്തിനും പാപം മോചിച്ചു കൊടുത്തായിട്ട് ഒരു തെളിവും കിതാബിലില്ല. ദാവൂദ് നബി തന്റെ നാഥനായ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തി. 38:24. പക്ഷേ മകനെ, നിന്റെ പാപത്തെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നതും അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത്, നൂഹ് നബിയും ലൂത്ത് നബിയും പാപം ചെയ്തു. കേട്ടോണം, 66:10. അള്ളാഹു നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ എടുത്തു കാണിച്ചിരിക്കുന്നു. അവരിരുവരും തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് പാപം ചെയ്യിച്ചു. കൂട്ടനാടിന്റെ പരിഭാഷയാ. 2 പെണ്ണുങ്ങൾ 2 നബിമാർക്ക് പട്ടയം കൊടുത്തു, ആധാരം പിന്നീട് കൊടുത്തു. ഇനി അടുത്തത്, അയ്യൂബ് നബി പാപം ചെയ്തു. 38:44. നാം അദ്ദേഹത്തെ അങ്ങേയറ്റം ക്ഷമാശീലനായി കണ്ടു, വളരെ നല്ല അടിമ. തീർച്ചയായും അദ്ദേഹവും പാപമോചനം തേടി. മനസ്സിലായോ? അദ്ദേഹം പാപം. ഇനി മൂസ സമയം കഴിഞ്ഞു. ഓക്കെ, വേണമെങ്കിൽ ഒരു 30 സെക്കൻഡും കൂടെ തരാം തീർക്കണമെങ്കിൽ. ഓക്കെ, സമയം വേണ്ട. ആദിൽ, താങ്കൾ മൈക്ക് എടുത്തോളൂ. 2 മിനിറ്റ് സമയം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷനെ വരാൻ പറ്റുള്ളൂ. ആദ്യം കൊണ്ടുവന്ന 40-55 അദ്ദേഹം എന്താ പറയുന്നത്? സോ ബി പേഷ്യന്റ്, ഇൻഡീഡ് ദ പ്രോമിസ് ഓഫ് അല്ലാഹ് ഈസ് ട്രൂത്ത് ആൻഡ് സീക്ക് ഫോർഗിവ്നെസ് ഫോർ സിൻ, എക്സാൾട്ട് അല്ലാഹ് വിത്ത് പ്രൈസ് ആൻഡ് ലോഡിംഗ്. ദമ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും തെറ്റ് 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 എന്ന അർത്ഥം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്താണ് സർ പറയുന്നതിന്റെ ഇടയിൽ ഞാൻ ഒരിക്കലും ഇടപെട്ടിട്ടില്ല. സോറി സർ. അപ്പൊ എന്തുകൊണ്ടാണ് ദമ്പിന് എന്തുകൊണ്ട് എപ്പോഴും ഇത് വരുന്നില്ല? ഇബ്നു കസീറൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച്, അതായത് നമ്മളെ ആലിമീങ്ങളാണല്ലോ പറയണ്ടേ, അപ്പൊ പറയണ്ടേ ഹ്യൂമിലിറ്റി ആണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ അതുപോലെ തന്നെ പ്രോഫറ്റുമാരുടെ ഇടയിൽ 1,24,000 പ്രവാചകന്മാരുടെ ഇടയിൽ റാങ്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മത്തിനോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, ഈ എത്ര നല്ല മനുഷ്യനാണെങ്കിലും പാപമോചനം അള്ളാഹുവിനോട് ഹ്യൂമിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യണം. അവിടെയാണ് എന്താ പറയാ അദ്ദേഹം മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തത്. ആ തഫ്സീർ അൽ ഖുർത്തുബിയിലും പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റാറ്റസ് എന്താണ് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് ഇത് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അടുത്ത് ബി പേഷ്യന്റ് ഇൻഡീഡ് ദ പ്രോമിസ് ഓഫ് അല്ലാഹ് ഈസ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് എന്താണ്? Allah assures the prophet that victory will come and he should remain steadfast despite opposition. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പ്രോഫിറ്റ്സ് എന്താണ്? ഒരിക്കലും അസ്യൂമിങ്ങളാണ്. അങ്ങനെ ദമ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും അള്ളാഹുവിനോട് പാപം ചെയ്യാന്നല്ല, പക്ഷെ എന്താണ് ഒരു സീക്കിംഗ് നിയർനെസ് ടു അള്ളാഹ്, അള്ളാഹുവിനോട് അടുത്തിടപഴകാനുള്ള ഒരു ചോദ്യം, അങ്ങനെ ഒരു ചോദ്യം, അതായത് അവിടെ ആ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് കുറെ നബിമാരെ പാപം പറഞ്ഞു, പക്ഷെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ എനിക്ക് പറയാനുള്ള, ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് നിങ്ങൾ ബൈബിളിൽ പറഞ്ഞത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അവിടേക്ക് വരികയാണ്. ദാവൂദ് സെഡ് ഹീസ്, അപ്പം ഓക്കെ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ടെസ്റ്റ്? ആ അർത്ഥം പറയാനുള്ള ഒരു ടൈം എനിക്കില്ല, 2 മിനിറ്റ്, വളരെ ചുരുങ്ങിയ സമയമാണ്. ആ കഥ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒരാൾക്കാർക്ക് 99 ഷീപ്പ് ഉണ്ടായിരുന്നു, മറ്റേ ഒരാള് 2 മനുഷ്യന്മാര് ഒരു ഷീപ്പിന്റെ പേരിൽ, അതായത് ചെമ്മരിയാട് എന്നല്ല പറയാ, ചെമ്മരിയാടിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഡിസ്പ്യൂട്ടുമായിട്ട് ഡീൽ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ദാവൂദ് അലൈഹി സ്വലാം എന്ത് ചെയ്തു? പെട്ടെന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ജഡ്ജ് ചെയ്തു. ആ ഒരു ജഡ്ജിങ്ങിൽ ഒരു ചെറിയ പിഴ പറ്റി. പേഷ്യൻസ് ഇല്ലായിരുന്നു, മൊത്തം കേൾക്കാതെ പെട്ടെന്ന് അറിയാതെ ജഡ്ജ് ചെയ്തു. അതൊരു പിഴവാണ്. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറഞ്ഞു, അത് അദ്ദേഹത്തിനോട് പേഷ്യൻസും അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റും നോക്കാനുള്ള വെറും ഒരു ടെസ്റ്റ് ആയിരുന്നു. ഇനി എനിക്ക് ടൈം ഉണ്ടോ? ടൈം ഉണ്ടെങ്കിൽ കുറച്ച് വരട്ടെ. 30 സെക്കൻഡും കൂടെ തരാം, എക്സ്ട്രാ എടുത്തോളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്താണ് ബൈബിളിൽ എന്താ പറഞ്ഞത്? 2 സാമുവേൽ 11 പ്രോഫറ്റ് ദാവീദ് ഓഫ് കമ്മിറ്റിംഗ് അഡൾട്ടറി വിത്ത് ബാത്ശേബ ആൻഡ് കോസിംഗ് ഹർ ഹസ്ബൻഡ് ഉറിയാസ്
ഡെത്ത്. ഞാൻ ചിലപ്പോൾ വായിക്കുമ്പോൾ തെറ്റുണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. ഇസ്ലാം പക്ഷെ കൃത്യമായിട്ട് ആ ക്ലെയിമിനൊക്കെ റിജക്ട് ചെയ്യുന്നുണ്ട്. കാരണം ദാവൂദ് അലി ഇസ്ലാം നബിയാണ്. നിങ്ങളാണ് നബിമാര് പാപം ചെയ്തു എന്ന് പറയുന്നത്, ഞങ്ങളല്ല എന്നൊന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ നിങ്ങളെ ബൈബിളിലാണ് ഇങ്ങനെയുള്ളത്, എന്താണ് അഡൽട്ടറി വിത്ത് ബത്ശബെ, എന്താ ബാദ്ഷബെ അറിയില്ല, அந்த പേര് അറിയില്ല, അങ്ങനെ പറയുന്നത്. പിന്നെ മൂസാ നബി അലി ഇസ്ലാം എല്ലാ പാപം കൂടി പറയാനുള്ള ടൈം ഇല്ല. ഓക്കെ, താങ്ക് ചാക്ക പാസ്റ്ററെ. ഇവിടെ ഇവിടെ ഒരു മിനിറ്റ്. ഇവിടെ ഇംഗ്ലീഷ് ഇവിടെ വേണ്ട. 16-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലീഷ് ഭാഷ സാർവത്രികമാണ്. അള്ളാന്റെ കാലത്ത് ഇംഗ്ലീഷ് ഇല്ല. മൂലഭാഷ അറബി പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അള്ളാന്റെ കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ഇല്ല. ഒന്നുകൂടെ പറയാ, അള്ളാന്റെ കാലത്ത് ഇംഗ്ലീഷ് ഭാഷ ഇല്ല. ഇംഗ്ലീഷിലല്ല അള്ളാഹു ഇറക്കിയേക്കുന്ന. അള്ളാഹു ഇറക്കിയത് ഖുറൈശി അറബിയിൽ. ആ അറബിയിൽ മൂലപദമായ അറബിയിൽ ഇങ്ങോട്ട് വായിച്ചിട്ട് എക്സ്പ്ലനേഷൻ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? താങ്കളിവിടെ കാണിച്ചല്ല വിവരക്കേടാണ്, താങ്കളിവിടെ പറഞ്ഞല്ല പൊട്ട തെറ്റാണ്. ഇനി അവിടെ നിൽക്കട്ടെ. ഇംഗ്ലീഷിൽ എടുത്തിട്ട് ഇവിടെ വീശുക. അതിന്റെ മൂലപദമായ അറബിയിലാണ് താങ്കൾ സംസാരിക്കേണ്ടത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്തുവാ? അദ്ദേഹം ഇവിടെ എന്താ പറഞ്ഞ? മുഹമ്മദ് പാപം ചെയ്തില്ലെന്നല്ല പറഞ്ഞ, ദാവൂദ് പാപം ചെയ്തില്ലെന്നല്ല പറഞ്ഞ. ദാവൂദ് പാപം ചെയ്തു, കഠിനമായ പാപിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പാപമോചനത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചതായിട്ട് 32:24 പറയുന്നു. 32:24 പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഞാനിവിടെ പറഞ്ഞു, മുഹമ്മദ് ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം പാപമോചനം തേടി. പക്ഷെ ഒരിക്കൽ പോലും ഈ അള്ളാഹു പുറത്തു കൊടുത്തായിട്ട് ഒരു രേഖയില്ല. അള്ളാഹ്ക്ക് അതിനുള്ള ശക്തിയില്ല. മകനെ, നിന്റെ പാവങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു. മകളെ, നിന്റെ പാവങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു. യേശു ക്രിസ്തു പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതുപോലെ തന്റെ ഇടം ഉണ്ടായിരുന്നു. ഈ അള്ളാഹ് പറഞ്ഞാനെ ഈ 6136 ആയത്തുകളിൽ ഒറ്റ വാക്യത്തിൽ ഈ ഖുറൈശി ദേവൻ മുഹമ്മദിന്റെയോ, ഈ പാപം ചെയ്ത ദാവൂദ് നബിയുടെയോ, പാപം ചെയ്ത നൂഹ് നബിയുടെയോ, പാപം ചെയ്ത ലൂത്ത് നബിയുടെയോ, പാപം ചെയ്ത അയ്യൂബ് നബിയുടെയോ, പാപം ചെയ്ത മൂസയുടെ ഹാറൂന്റെയോ, പാപം ചെയ്ത പാപം ചെയ്ത മുഹമ്മദിന്റെ പാപം. യേശു ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷം 2:10 പറഞ്ഞു, നിന്റെ പാപങ്ങളെ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു, പാവങ്ങളെ മോചിക്കുവാൻ എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്റെ ഇടോടെ അള്ളാഹ് നടത്തണ്ടേ? ഇവരെല്ലാം പാവമോചനത്തിനായി അപേക്ഷിക്കുക. പാവമോചനത്തിനായി അപേക്ഷിക്കാൻ അള്ളാഹുവിനോട് പറയാം. പക്ഷെ ചാക്ക അള്ളാഹു പാസ്റ്ററെ. ആർക്കും പാവമോചനം കൊടുത്തിട്ടില്ല. ഒരു താങ്ക് യു. മനുഷ്യന് പാവമോചനം കൊടുത്തിട്ടില്ല. ഓക്കെ, അതിലെ കൗണ്ടർ. ഓക്കെ, ഇവിടെ പാപമോചനം ഇല്ല എന്നാണ് പാപമോചനം തേടുന്നവരൊക്കെ പാപം ചെയ്തു എന്നാ പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഞാൻ വീണ്ടും 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 പറയുന്നത്. പാപമോചനം എന്ന് പറയുന്നത് പാപം ചെയ്താൽ മാത്രല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഹ്യൂമിനിറ്റിക്ക് വേണ്ടി, അതായത് താഴ്മയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതുപോലെ തന്നെ എല്ലാ നബിമാരും പാപമോചനം തേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പ്രവാചകന്മാരും മാസൂമികളാണ്. ഇവിടെ മുമ്പൻ ഒരു ആയത്ത് ഓതിയിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാൻ പോകുന്ന പാപവും ഇതെല്ലാം പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചാക്കോ മാസ്റ്ററുടെ ഖുറാനുള്ള അറിവ് അവിടെ നമുക്കൊന്ന് അളക്കാം. കാരണം ഇവിടെ ജെന്റിൽ തന്നെ ആ ഓതിയെന്ന് എന്റെ ഓർമ്മ ഉറപ്പില്ല. അപ്പം മനുഷ്യനാണല്ലോ, പിഴവ് പറ്റാം, ഓർമ്മശക്തിയിൽ കുറച്ച് കുറവുണ്ടാവും. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനി വരാനുള്ള പാപവും കഴിഞ്ഞ പാപവും ഒക്കെ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നത് വിചാരിച്ച് റസൂലുള്ളാഹി പാപം ചെയ്തു എന്നുള്ളതല്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാപം സ്വീകരിച്ചു. ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് കൊണ്ടാവാം അള്ളാഹു ഇറക്കിയത്. പിന്നെ അള്ളാഹുവിന്റെ കാലത്ത് അറബിയില്ല, അള്ളാഹുക്ക് കാലമില്ല, സമയമില്ല, ഡിസിമിലാരിറ്റി വിത്ത് ദ ക്രിയേഷൻ. അതാണ് ഒരു ദൈവത്തിന് വേണ്ടി ആദ്യത്തെ മെയിൻ ആട്രിബ്യൂട്ട്. അതായത് ദൈവത്തിന് എങ്ങനെ മനുഷ്യനായിട്ട് വരാൻ കഴിയും എനിക്കറിയില്ല. എങ്ങനെ ജീസസ് എന്ന് പറയുന്ന പിതാവും ജീസസ് എന്ന് പറയുന്ന മകനും ദൈവമാവും എനിക്കറിയില്ല. എങ്ങനെ മൂന്നും കൂടി ഒന്നാവും എനിക്കറിയില്ല. ഒക്കെ അതിന്റെ യുക്തിയൊക്കെ പറയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പം അതാണ് എനിക്ക് ആദ്യം മനസ്സിലാവാത്തത്. അള്ളാഹുവിന് കാലമില്ല, അള്ളാഹു കാലത്തിന് അതീതനാണ്, അള്ളാഹുവിന്റെ സൃഷ്ടി മാത്രമാണ് കാലം, സമയം, സ്ഥലം, ഈ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാലത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആ വാക്ക് തിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവിന് കാലമില്ല, സ്ഥലമില്ല, അങ്ങനെ ഒരാൾക്ക് മാത്രമേ ദൈവമാവാൻ കഴിയുകയുള്ളൂ. ഗോഡിന്റെ ആട്രിബ്യൂട്ട്സ് കൃത്യമായിട്ട് പഠിക്കുക. വൺനെസ്, എറ്റേണാലിറ്റി, ഒരുപാട് എറ്റേണാലിറ്റി, വൺനെസ്, എറ്റേണാലിറ്റി, ഡിസിമാലിറ്റി വിത്ത് ക്രിയേഷൻ ആൻഡ് എവർലാസ്റ്റിംഗ്നെസ്, പിന്നെ ഒരുപാട് തിയറികളുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? എന്താ ഓക്കെ, ഞാൻ ആസ് എ മോഡറേറ്റർ ചാക്ക പാസ്റ്റർ ഒരു മിനിറ്റ്, ചാക്ക പാസ്റ്റർ ഒരു മിനിറ്റ് ഇരിക്കൂ, ഒരു മിനിറ്റ് അല്ല, ഇരിക്കൂ പ്ലീസ്, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ഒരു താങ്കൾ മിനിറ്റ് പറഞ്ഞു. ഇരിക്കൂ പ്ലീസ്. അല്ല, ഞാൻ പറയാം. താങ്കൾ ഒരു കാര്യം തിരുത്തണം. അതായത് ഈ ഇംഗ്ലീഷ് ഭാഷ തന്നെ വെച്ചോണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അള്ളാഹയുടെ മൂലഭാഷ സംസാരിക്കാൻ പറ. അതിന് മൂലഭാഷ പറഞ്ഞിട്ട് മലയാളത്തിൽ വിശദീകരിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിശദീകരിക്കുക. അല്ല, മുഹമ്മദിന് ആ ഭാഷ പോലും അറിയത്തില്ല. ഏറ്റവും വലിയ കോമഡി അതാ. മുഹമ്മദിന് അറബി അറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യാം. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരിക.
ഇപ്പൊ ദൈവമല്ല നമ്മുടെ സംസാര വിഷയം, മുഹമ്മദിന്റെ പാപമാണ്. പ്ലീസ് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ചാക്ക പാസ്റ്ററെ, നിങ്ങളുടെ സമയം. ആ അല്ല, ഞാൻ ഇവിടെ പറഞ്ഞതിനൊന്നും അദ്ദേഹം ഉത്തരം തന്നില്ലെന്നേ. ഇവിടെ അദ്ദേഹം പറഞ്ഞതിനൊന്നും അദ്ദേഹം ഇവിടെ ഉത്തരം തന്നില്ല. ഈ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ പറഞ്ഞത് അദ്ദേഹം സുന്നി എന്ന് പറഞ്ഞപ്പോൾ സുന്നി പണ്ഡിതനായ മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ 6 വോള്യങ്ങളുടെ സാധനം എടുത്ത് എന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. മുജാഹിദീൻ വന്നാൽ അവരുടെ കൊടുക്കാൻ എന്റെ ഇരിപ്പുണ്ട്, ജമാഅത്തുകാരൻ വന്നാൽ അവന് കൊടുക്കാനുണ്ട്. അപ്പൊ ഇദ്ദേഹം സുന്നി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് സുന്നിയുടെ കാര്യമാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്. അപ്പൊ സുന്നി ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായ കാര്യങ്ങളാണ് ഇവിടെ വായിച്ചത്. നബിമാര് മുഴുവനും പാപം ചെയ്തു, പാപമോചനത്തിനായി അപേക്ഷിച്ചു, പക്ഷെ അള്ളാഹു പാപം പുറത്തു കൊടുത്തതായിട്ട് ഒരു തെളിവില്ല. ഇദ്ദേഹം പറയേണ്ട ഉന്നടുത്ത് അള്ളാഹു പുറത്തു കൊടുത്തെന്ന്. അങ്ങനെ ഒരു തെളിവേ ഇല്ല. പിന്നെ പാപമോചനത്തിനല്ല, പിന്നെ എന്തിനാ താഴ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം മുഹമ്മദ് പ്രാർത്ഥന നടത്തിയെന്ന്. അതിന് തെളിവാണ്, ആ തെളിവിടെ ഹാജരാക്കണം. മുഹമ്മദ് പാപമോചനത്തിന് വേണ്ടിയല്ല വേറെ എന്തിനെങ്കിലും ആണ്, പാപമോചനത്തിന് വേണ്ടിയല്ല വേറെ എന്തിനെങ്കിലും വേണ്ടിയാണ് മുഹമ്മദ് അപേക്ഷ നടത്തിയെങ്കിൽ അതിലൂടെ തെളിയിക്കണം. പറഞ്ഞു മനസ്സിലായോ? പിന്നെ 48:2 അള്ളാഹു മുഹമ്മദിന് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കുക. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കും ഇനി നീ ചെയ്യാനിരിക്കുന്ന പാപങ്ങൾക്കും വേണ്ടിയാണിത്. പക്ഷെ അവിടെയും കൊടുക്കുന്നില്ല. മുന്നിൽ നാളെ നീ പോയോ, ഹബ്സ ഇല്ലാതിരിക്കുന്ന സമയത്ത് മാര്യത്തിനെ പോയി ഭോഗിച്ചോ, മാര്യത്തിനെ പോയി വേഴ്ചയിലേർപ്പെട്ടോ, ഞാൻ നിനക്ക് ആയത്തിറക്കി തരാം. അതുപോലെ തന്നെ അബ്ബാസിന്റെ പിഞ്ചു കുഞ്ഞ് മുട്ടയിലെന്ന് കാണുമ്പോഴത്തേന് സംബന്ധം കഴിക്കണം നീ പറഞ്ഞോ. മരുമകൻ ഇല്ലാത്ത സമയത്ത് മരുമകളുടെ തുട കണ്ടിട്ട് പറഞ്ഞോ എനിക്ക് നിന്നെ കെട്ടാൻ താല്പര്യം. ഭദവാറക്കല്ലാഹു പറഞ്ഞു ഇങ്ങനെയുള്ളതായ സകല ദോഷം ചെയ്യാനാണ് 48:2 പറയാം. അത് അറബിയിൽ വായിച്ച് 48:2 പറയാണ്, കഴിഞ്ഞുപോയ നിന്റെ പാപങ്ങളും ഇനി നീ ചെയ്യാനിരിക്കുന്ന പാപങ്ങളും പുറത്തു തരാൻ വേണ്ടിയാണെന്നാ പറയുന്നത്. അപ്പൊ നാളെ നീ ചെയ്തോ, ഇന്ന് ഞാൻ ശരിയാക്കി തരാം. അദ്ദേഹത്തിന് ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ കൊടുക്കുന്നത്? മുഹമ്മദിന് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ കൊടുക്കുന്നത്? അപ്പം ഇവിടെ പറഞ്ഞതായ യാതൊരു കാര്യത്തിനും അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം തരുന്നില്ല. ഈ പറഞ്ഞതായ പാപങ്ങളൊക്കെ പാപങ്ങളല്ല എന്ന് അദ്ദേഹത്തിന് വാദമുണ്ടെങ്കിൽ അത് തെളിയിക്കണം, തെളിവ് സഹിതം പറയണം. ഞങ്ങളുടെ മോണി എന്ന സുഹൃത്ത് അതിനെ പ്രേരിപ്പിക്കണം. ഞാൻ ഈ വായിച്ചത് സുന്നികളുടെ ഗ്രന്ഥത്തിൽ നിന്നാണ്. അവിടെ പാപമല്ല എങ്കിൽ വേറെ എന്ത് സാധനമാണ് അവിടെ പറയുന്നത് അദ്ദേഹം തെളിയിക്കണം. എന്നിട്ട് ഞാനിവിടെ വായിച്ചത് അദ്ദേഹം തള്ളിക്കളയണം. സുന്നി കൂറ്റനാടിന്റെ തഫ്സീറും പരിഭാഷ തെറ്റാണെന്ന് പറയണം. അതാണ് ചെയ്യേണ്ടത്. പാപം എന്ന് ഒരിടത്ത് എഴുതി വെച്ചിട്ട് പറയുക പാവമല്ല പിന്നെ വേറെ ഏതാണ്ടെന്ന് പറഞ്ഞാൽ ആ വേറെ ഏതാണ്ട് എന്താണെന്ന് കാണിക്കണം. അത് കാണിച്ചിട്ട് ഇതിനെ തള്ളണം. ഈ തഫ്സീർ, ഈ പരിഭാഷ ഞാൻ തള്ളിക്കളയെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയണം. അത് പറയാതെ വീണ്ടും അദ്ദേഹം കൺക്ലൂഡ് ചെയ്യണേ. അപ്പം ഇസ്ലാമിൽ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ളത് സകലരും കൊടുമ്പാവിളി. അള്ളാഹു പോലും പാപമാണല്ലോ ചെയ്തത്. അദ്ദേഹം മനുഷ്യപുത്രന്റെ കാര്യം പറഞ്ഞാൽ അള്ളാഹു മറിയം ബിയുടെ ഫർജിനകത്ത് പോയി ഊതിയില്ലേ? നിരപരാധിയായ അതുവരെ കാത്തു സൂക്ഷിച്ച് അവരുടെ ഫർജിനകത്ത് കയറി ഊതിയ അള്ളാഹു കൊടുമ്പാവിയല്ലേ? അതിന് ഉത്തരം തന്നാട്ടെ. ഓക്കെ, അതിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒന്നിനും ഉത്തരം കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ താങ്കൾ ഒരു കാര്യം ചെയ്യുക, താങ്കളൊന്ന് ഉത്തരം കൊടുക്കൂ പ്ലീസ്. വെയിറ്റ് ചെയ്യണേ ബ്രോ. ഞാൻ ഉത്തരം കൊടുക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാത്തോണ്ടാണോ എനിക്കറിയില്ല. അപ്പൊ ഞാൻ അദ്ദേഹം ചോദിച്ച ആദ്യ ചോദ്യം, അള്ളാഹു താല പ്രവാചകന്മാർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തതിന് ഖുറാനിൽ തെളിവില്ല. എടുക്കൂ സൂറ 2:37. ആദം അലൈഹിസ്സലാമിന് അവിടെ പൊരുത്തപ്പെട്ട് കൊടുത്തതിന്റെ തെളിവുണ്ട്. അടുത്തത് മൂസ അലൈഹിസ്സലാം, സൂറത്തുൽ ഖസസ് 28. അതൊന്ന് വിശദീകരിക്കോ? ഞാൻ കേട്ടില്ല. ആസ് എ മോഡറേറ്റർ എനിക്ക് മോഡറേറ്റ് ചെയ്യേണ്ടതുണ്ടല്ലോ. എന്താണ് താങ്കളോട് പറഞ്ഞത്? ഞാൻ കേട്ടില്ല, സോറി. സൂറ അദ്ദേഹം പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, അള്ളാഹു താല റസൂൽ പ്രവാചകന്മാർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നുള്ളതിനുള്ള തെളിവ് എന്ത് പാപം പൊരുത്തപ്പെട്ട് കൊടുത്തു എന്നാണോ? പാപം അതായത് പാപമല്ല, അതായത് സിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ആ സിൻ അതായത് നിങ്ങൾ ദമ്പ് ഉദ്ദേശിക്കണ്ടല്ലോ, ആ സാധനം. ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു ആദമിന്റെ ദമ്പ് പുറത്തു കൊടുത്തു എന്നുള്ളതിന്റെ ആയത്തിന്റെ തെളിവാണ് താങ്കൾ പറയുന്നത്. ഏതായിരുന്നു ആയത്ത്? അങ്ങനല്ല, അദ്ദേഹം അതായത് പാപമോചനം തേടിയിട്ട് പാപം പുറത്തു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പാപമോചനം തേടാൻ ഞാൻ പറഞ്ഞു, പാപം ചെയ്താൽ മാത്രല്ല, അത് ഉമ്മത്തിലുള്ള എല്ലാവർക്കും എത്ര നല്ല മനുഷ്യനാണെങ്കിലും പാപമോചനം തേടണം എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ കൊടുത്തത്. സഹീഹുൽ ബുഖാരിന്റെ ഹദീസൊക്കെ അടുത്ത ഇതിൽ വരും, അടുത്ത കൗണ്ടറിൽ വരും. അപ്പം ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇപ്പം ഈ ചോദ്യമാണല്ലോ ചോദിച്ചത്. ഇനി അപ്പം അള്ളാഹു താല പ്രവാചകന്മാരുടെ പാപമോചനം സ്വീകരിച്ചു എന്നുള്ളതിന് then Adam received from his Lord words and he accepted his repentance. Indeed, it is he
ഹു ഈസ് അക്സെപ്റ്റിംഗ് റെപ്പൻറ്റൻസ് ദ മെർസിഫുൾ. ആദം അലൈഹി സ്വലാം അൺഇന്റൻഷണൽ മിസ്റ്റേക്ക് ചെയ്യപ്പെട്ടു. അപ്പൊ അള്ളാഹു താല അദ്ദേഹം റെപ്പന്റ് ചെയ്തപ്പോൾ ഇമീഡിയറ്റ്ലി ഫോർഗീവ് ചെയ്തു. പിന്നെ മൂസ അലൈഹി സ്വലാമിന്റെ പേര് ഇവിടെ പറഞ്ഞു. മൂസ അലൈഹി സ്വലാമിനോട് അള്ളാഹു താല ഖുർആൻ സൂറ അൽ ഖസസ്, അദ്ദേഹത്തിന്റെ ചരിത്രം മൊത്തം പറയുന്ന ഒരു സൂറത്താണിത്. 28-16 കൃത്യമായിട്ട് പറയുന്നുണ്ട്, മൈ ലോർഡ് ഇൻഡീഡ് ഐ ഹാവ് റോങ്ഡ് മൈസെൽഫ് സോ ഫോർഗീവ് മീ ആൻഡ് ഹി ഫോർഗേവ് ഹിം. അള്ളാഹു താലയാണ് പറയുന്നത്. മൂസ അലൈഹി സ്വലാം ആക്സിഡന്റലി ഒരു ഈജിപ്തിനെ കൊന്നുപോയി, അതായത് ഒപ്രസ്ഡ് ഇസ്രായേലിനെ രക്ഷിക്കാൻ. ഇപ്പൊ ഇസ്രായേൽക്കാർ നമ്മളെന്താ ചെയ്യുന്നത്? അതെന്താണ്? അത് ഒരു ഇന്റൻഷണൽ മർഡർ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം റെപ്പന്റ് ചെയ്തു, അള്ളാഹു താല പൊരുത്തപ്പെട്ട് കൊടുത്തു. ഇനി അടുത്ത യൂനുസ് അലൈഹി സ്വലാം. യൂനുസ് അലൈഹി സ്വലാമിനും അതുപോലെ തന്നെ സൂറ 37 139 മുതൽ 144 വരെ പറയുന്നുണ്ട്. 48-2 അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അപ്പം എന്റെ ഉത്തരം കഴിഞ്ഞു എന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ ഒരു താങ്ക് യു. ചോദ്യത്തിനെങ്കിലും ക്ലിയർ ആയിട്ട് ഉത്തരം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ ഉത്തരം പറഞ്ഞിട്ട് വീണ്ടും ഉത്തരം പറഞ്ഞില്ല എന്ന് പറയാതെ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു വാദം വെക്കാതെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ അംഗീകരിക്കണം. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് ചാക്കോ പാസ്റ്റർക്ക് തരാം. എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ഓക്കെ, പറഞ്ഞു. ആരാണ് മൈക്ക് എടുത്ത്? സോറി, അല്ല ഞാനാ എടുത്ത. അല്ല പറഞ്ഞു ചാക്കോ പാസ്റ്റർ. ഒരു മിനിറ്റ്. താങ്ക് യു. വേറെ ആരോ ഒരാൾ മൈക്ക് എടുത്തായിരുന്നു. ആരാണ്? അത്യാവശ്യമാണോ? പറഞ്ഞു. ഓക്കെ, അത്യാവശ്യം എന്ന് താങ്ക് യു. പറഞ്ഞാൽ ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് വിട്ടേക്കാം. അതായത് ഈ പാപം എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തി പാപം ചെയ്തെന്ന് എങ്ങനെ അറിയുന്നത്? അത് അതിലേക്ക് അപ്പൊ വരാം ആദ്യം ചാക്കോ പാപം പാസ്റ്റർ. എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. വിഷയം മാറും, അതുകൊണ്ടാണ്. ഒരു മിനിറ്റ്, വെയിറ്റ് ചെയ്യൂ. ഓക്കെ, അതിലേക്ക് വരാം. ഓക്കെ, അതിൽ ചോദ്യം, എൻ്റെ ഒരു സംശയമാണ് ആസ് എ മോഡറേറ്റർ. അള്ളാഹു പുറത്തു കൊടുത്തത് ചെയ്യാത്ത പാപമായിരുന്നോ ചെയ്ത പാപങ്ങളായിരുന്നോ? പൊറുക്കേണ്ട പാപമാണോ ഈ പ്രവാചകന്മാർ ചെയ്തത്, അതോ പൊറുക്കേണ്ടാത്ത പാപം ചെയ്തിട്ടും അള്ളാഹു പുറത്തു കൊടുക്കുകയായിരുന്നോ? പ്രവാചകന്മാര് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. ഇത് സാധാ മനുഷ്യന്മാരുടെ അടുത്ത് പറ്റിയ പ്രശ്നമില്ല. അതൊരു പിഴവാണ്, അതൊരു അതെ, അങ്ങനെ വിചാരിക്കുക. പക്ഷെ ഹൈ പിഴവ്, സ്റ്റാറ്റസ് ഉള്ള ആൾക്കാർ അതിലെ പിഴവ് പുറത്തു കൊടുക്കേണ്ടിയിരുന്ന ആവശ്യം അള്ളാഹുവിനുണ്ടായിരുന്നോ? പിഴവല്ല, അള്ളാഹു താല അള്ളാഹു പുറത്തു കൊടുക്കുന്നത് പിഴവുകളാണോ പാപങ്ങളാണോ? അതായത് ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ പനിയായി നിൽക്കുകയാണ്, നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെ കാണാൻ വന്നില്ല. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഉദാഹരണത്തിന് ഞാൻ സത്യറസൂലിന്റെ അത്ര സിംഹമൊന്നുമല്ല, പക്ഷെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ ശ്രമിക്കുകയാണ് കൊണ്ടുവരാൻ. ഇപ്പം എനിക്ക് പനിയായി കിടക്കുമ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് എന്നെ കാണാതെ വന്നിരുന്നാലും, എൻ്റെ ഒരുപാട് ദൂരെയുള്ള ഒരു സുഹൃത്ത് വന്ന് കാണാതിരുന്നാലും അത് രണ്ടും പ്രശ്നങ്ങളാണ്. ശരിക്കും രണ്ടും തെറ്റല്ല. എന്നെ കാണാതെ ഇരിക്കുന്നത് തന്നെ അത് ശരിക്കും ഒരു പിഴവ്. ശരിക്കും എന്താണ് ഒരു മാന്യത, ആ ഒരു ഇതിലാണ്. അപ്പൊ അള്ളാഹുവിനോട് അത്രയും അടുത്ത പ്രവാചകന്മാരുടെ അടുത്ത് നിന്ന് ചെറിയ തോതിൽ ഒരു ചെറിയ അറിയാതെ അൺഇന്റൻഷനൽ ആയിട്ടൊരു പിഴവ് അതും വരുമ്പോഴേക്കും അള്ളാഹു പുറത്തു കൊടുക്കത്തക്ക വിധ പാപമാണോ എന്നാണ് ചോദ്യം. അത് അള്ളാഹു താല പുറത്തു അപ്പൊ കൊടുക്കണം. ഞാൻ പുറത്തു പറഞ്ഞല്ലോ, കൊടുക്കണമെങ്കിൽ എക്സാമ്പിൾ അത് വെച്ചിട്ടാ പറഞ്ഞത്. തെറ്റായിരിക്കണമല്ലോ. സത്യറസൂൽ വരട്ടെ, സത്യറസൂൽ വന്നിട്ട് തെറ്റല്ലാത്തൊരു ഉദാഹരണം കാര്യം വരട്ടെ. എനിക്ക് ആ അതിലെ, ഉദാഹരണത്തിൽ ഒരു മിനിറ്റ്, തെറ്റല്ലാത്ത കാര്യം പുറത്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്നോട് അത്രത്തോളം അടുത്തൊരു വ്യക്തി എന്നെ കാണാതിരുന്നാൽ അതൊരിക്കലും തെറ്റല്ല. പക്ഷെ അത് തെറ്റല്ല. അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു നമ്മൾ അപ്പൊ രണ്ടാളും തമ്മിൽ ആ ഒരു ബോണ്ട് ഉണ്ട്. ആ ഇബ്രാഹിം ബോണ്ടിനെ അത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, യൂനസ് നബിയോട് പറയുകയാണ്, നിന്നോട് നിനവേലേക്ക് പോകാൻ പറഞ്ഞു, പുള്ളി പോയില്ല. ഇത് തെറ്റാണോ പാപമാണോ? അല്ല, പനി പിടിച്ച പോലത്തെ പാപം തെറ്റാണോ? ഹലോ, ആ സോഫാത്ത് വരണം. ആ സുഹൃത്ത് എന്ന് പറയാം, സോഫാത്താണോ? ആ സുഹൃത്ത് സഫാത്ത്. അത് വേണ്ട, അങ്ങോട്ട് പോണ്ട. ഓക്കെ, ജിൻഡിലെ ഇപ്പൊ തരാം ഞാൻ. സോറി, ആരാ അതായിരുന്നു? അല്ല ഒരു കാര്യം, അദ്ദേഹം വായിച്ച ഒരു ആയത്തിലേക്ക് വന്നിട്ട് തന്നെ പോണം അടുത്തത്. അങ്ങോട്ട് പോ. ഞാൻ ഒരു ഇപ്പൊ തരാം. ഓക്കെ, ഐ എം സോറി, ഐ ഷുഡ് നോട്ട് ഡു ദിസ്. ഓക്കെ, ചാക്ക പാസ്റ്റർ എടുത്തോളൂ. അതായത് ഞാൻ ഇവിടെ പറഞ്ഞ ഇവിടെ നബിമാരെ കുറിച്ച് ഒരു ബാങ്ക് മിനിറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ് എന്റെ സമയ. അതാണ് മുഹമ്മദ് മുതൽ ഞാൻ ഇവിടെ കുറച്ച് ആളുകളുടെ പേര് വായിച്ചു. ബ്രോ, അവരുടെ ആരുടെയും സൗണ്ട് പാവമോചനം ഇടാൻ പറഞ്ഞില്ല. പറ്റില്ല. അദ്ദേഹം ഇവിടെ ബാങ്ക് രണ്ടായത്തൂടെ വായിച്ചു. ഞാൻ കൊടുക്കുന്നുണ്ട്. ആയത്ത് പറയാം. ഒരു മിനിറ്റ് മനസ്സിലാക്കണം. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കേണ്ട സുഹൃത്ത്, എന്റെ സമയം. സംസാരിച്ചോളൂ, പക്ഷെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. താങ്കൾ സോറി. പോകാതെ താങ്കളുടെ പച്ച നുണ പറഞ്ഞിട്ട് വന്ന് നിർത്താൻ പോവാ. ഞാൻ ഇത് പച്ച കഴിഞ്ഞിട്ട് നുണ പറഞ്ഞാൽ ഒരാഴ്ച വായിക്കാൻ പോവാ. വരും. ഒരു മിനിറ്റ് ടൈം വരും. ഒരു മിനിറ്റ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. സോറി, ഐ എം വെരി സോറി. എന്തിനാ സുഹൃത്തെ ഖുറൈശ് ദേവന്റെ നേരെ തല കുമ്പിടാൻ പോണേ? അവിടെ ഇരിക്കേ. അദ്ദേഹം വായിച്ച ആയത്താണ് സൂറത്തുൽ ബഖറ 38. ഞാൻ അള്ളാഹുവിന്റെ അദ്ദേഹം പറഞ്ഞത് അഭിമാനം. സോറി ആൻഡ് താങ്ക് യു. 37 ആണ് പോയട്ടോ.
സൗരന്മാരെ ജെന്റില് ശ്രദ്ധിക്കണം, ജെന്റിൽ ആ വായത്ത് ശ്രദ്ധിച്ചു. അവിടെ ജെന്റിൽ പറഞ്ഞൊരു അദ്ദേഹം ഉത്തരവാണ് വാങ്ങ കിടക്കുന്നത്. വിളിച്ചിട്ടില്ല. അതായത് ഒന്നും പറയല്ലേ ജാക്കബ് കണ്ടിന്യൂ. അതായത് 2:37 പറയുന്നത് ഇങ്ങനെയാണ്: ആദം തന്റെ നാഥനിൽ നിന്ന് ചില വചനങ്ങൾ അഭ്യസിച്ചു, അതുവഴി അള്ളാഹു അദ്ദേഹത്തിന് പാപമോചനം നൽകി. ഇതാണ് സംഭവം. പാപം അത് ചെയ്തിട്ടല്ലേ തന്നെയാണ് പാപമോചനം. പുള്ളിയെ കൊണ്ട് വായിപ്പിക്കണമെന്ന് വിചാരിച്ചത്. അദ്ദേഹം അത് അറബിയിൽ വായിച്ച്, ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾ അതിനെ പിടിച്ചില്ല. ഞാനത് തുറന്നുവെച്ചോണ്ടിരിക്കുക. ഇല്ല, മനസ്സിലായോ? അതിന്റെ അറബി എടുത്താൽ ശരിയാവുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിന്റെ അറബി പോട്ടെ. എടുക്കാം. അപ്പൊ ശ്രദ്ധിക്കണം, ആ പുള്ളി ആയത്തിൽ വരട്ടെ. പറയുന്നത് ആദം നബി പാപമോചനം തേടി അള്ളാഹു പുറത്തു കൊടുത്തപ്പോ ആദം നബി പാപിയാണെന്നുള്ള തെളിവ് അതിൽ കൂടുതൽ വേണ്ട. പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ആയത്ത്, ധൃതി വെച്ച ഒരു ആയത്തൂടെ വായിച്ചോണ്ട് വന്നു. എന്താ പറയുമോ? ഈ 28-14 വാക്യത്തിൽ മൂസാ നബിക്ക് പാപമോചനം കൊടുത്തത് ശുദ്ധ പോഷ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ മൂസ കരുത്ത് നേടുകയും പക്വത 15 കാണിക്കുകയും ചെയ്തപ്പോൾ 15 ആയിരിക്കും. 15 പറഞ്ഞത് 15-ലില്ലേ? 15-ലുണ്ടാവും. അതോ ഒരു മിനിറ്റ് ഉണ്ട് 28-ന്റെ 15-ലുണ്ട്. പുള്ളി തെറ്റി പറഞ്ഞ 14 പുള്ളി പറഞ്ഞു. 15 ഇങ്ങനെയാണ്. 28 നഗരവാസികൾ അശ്രദ്ധരായിരിക്കെ മൂസ അവിടെ കടന്നു ചെന്നു. അപ്പോൾ രണ്ടുപേർ തമ്മിൽ തല്ലുകൂടുന്നത് അദ്ദേഹം കണ്ടു. അത് തന്നെ. ഒരാൾ തന്റെ കക്ഷിയിൽപ്പെട്ടവരാണ്, അവരും ശത്രുഭാഗത്തിലുള്ളവരും. തന്റെ കക്ഷിയിൽപ്പെട്ട ശത്രുഭാഗത്തിലുള്ളവനെതിരെ മൂസയുടെ സഹായം തേടി. അപ്പോൾ മൂസ അയാളെ ഇടിച്ചു. അതാണ് പാപം. അതാണ്. പക്ഷെ പുള്ളി തെറ്റിയാ പറഞ്ഞ 14 പറഞ്ഞത്. എനിക്ക് അറിയായിരുന്നു 15 അതുകൊണ്ട് ഞാൻ നമ്മളെ പുള്ളി അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളി പറഞ്ഞു തന്നേ ഉള്ളൂ. 14-ലും 15-ലും അള്ളാഹു പാപമോചനം പുറത്തു കൊടുത്തെന്ന് അദ്ദേഹം പറയുന്നത്. അതെ. അത് നുണ പറഞ്ഞതാ. മറ്റേ മൂസാന്റെ പാപമാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ കാണാപ്പാട് അറിയണ ആയത്തുകളല്ലേ. ഈ അങ്ങനെ ഇഷ്ടം പോലെ എണ്ണം ഉണ്ടല്ലോ. നമ്മുടെ 12-42 എടുത്തേ. എന്റെ വാദം ഇതായിരുന്നു: ഈ അള്ളാഹു ഈ പാപമോചനം തേടിയ മുഹമ്മദിന് പാപമോചനം കൊടുത്തിട്ടില്ല. മുഹമ്മദെ, നിന്റെ പാവങ്ങളെ മോചിച്ചു തന്നിരിക്കുന്ന പറഞ്ഞ ആയത്തില്ല. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ആദം നബിയുടെ. പക്ഷെ അവിടെ അദ്ദേഹം പാളിപ്പോയി. അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ നബിമാരും പാപികളല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു ആദം നബിക്ക് പാപമോചനം കൊടുത്തത്? നമ്മള് മറ്റ് പ്രവാചകന്മാരിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പം അല്ലെങ്കിൽ ഈ പുള്ളിയുടെ പ്രവാചകന്മാരിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി പറഞ്ഞ നമ്മൾ പ്ലേറ്റ് മാറ്റുന്നു, സബ്ജക്റ്റ് മാറ്റുന്നു എന്നാ. അതുകൊണ്ട് പുള്ളിയെ കൊണ്ട് മുഹമ്മദിനെ ഇട്ട് വട്ടം ചുറ്റിക്കുകയായിരുന്നു ഞാൻ. മുഹമ്മദിന്റെ തവാഫിലേക്കോ കാബയിലേക്കോ ഒന്നും നമ്മൾ പോയില്ല. മുഹമ്മദിന്റെ ഏറ്റവും വലിയ പാപം എന്തായിരുന്നു അറിയാമോ? പുള്ളി വരുന്നത്, ഞാനിപ്പോൾ അവിടെ ഇല്ലെങ്കിലും ഇതൊന്നും എടുത്ത് അലക്കി കൊടുത്തോ, അള്ളാഹു വെളിപ്പെടുത്തിയ കാര്യം അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹി മറ്റുള്ളവർക്ക് കൊടുക്കാതെ മുഹമ്മദ് മറച്ചു വെച്ചു. ഏറ്റവും വലിയ പാപമാണ്. ഇതിലും ഇത് എന്ത് വേണം? പുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാനങ്ങനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി വരുമ്പോൾ ഒന്ന് അലക്കി കൊടുത്തു. എനിക്ക് എന്തായാലും പുള്ളി വരുമ്പോൾ ഒന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പതുക്കെ കൊണ്ടുപോകാന്നാണ് വിചാരിച്ചത്. നിന്റെ ജനങ്ങളുടെ പ്രീതി നിന്റെ ഭാര്യമാരുടെ പ്രീതി നേടിക്കൊണ്ട് നാം നിനക്ക് വെളിപ്പെടുത്തിയ ആയത്ത് നീ എന്തിനു മറച്ചു വെച്ചു? അത് പാപമല്ലേ? അള്ളാഹു ഏറ്റവും വലിയ പാപമല്ലേ? 2, പുള്ളി ആരാ മൈക്കെടുത്തോ? സോറി, ആരാ പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇങ്ങോട്ട് കയറി വരാണ്ടായ കാരണം ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. ഒരു അത് തുടങ്ങി തന്നെ അത് ഇറക്കാൻ ബിഗ് ബഡ്ജറ്റ് പിക്ചർ പിന്നെ ഇറക്കാം. ഈ കവർ സ്റ്റോറിക്കാരെല്ലാം ഒന്നും പറയണ്ട. കവർ സ്റ്റോറി